നമസ്കാരം, ന്യൂസ് ടുഡേയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മലബാർ TMT 500D സ്റ്റീൽ ബാർസ്. അഴിമതിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ച് ജേക്കബ് തോമസ്. ലക്ഷ്യം ഫൗളില്ലാത്ത വിജിലൻസ്. പണം വിടർത്താൻ മാത്രമല്ല അഴിമതിക്കാരെ കൊത്താനും കഴിയും. വിടർത്തി ആടി കാണിക്കേണ്ട കാര്യമില്ലല്ലോ, അത് കടി കൊള്ളുമ്പോൾ അറിഞ്ഞോളും. സ്ഥാനമാറ്റത്തിനെതിരെ TP സെൻകുമാർ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ. പോലീസ് ചട്ടവും സുപ്രീം കോടതി വിധിയും ലംഘിച്ചെന്ന് പരാതി. മുല്ലപ്പെരിയാർ വിഷയത്തിൽ വ്യക്തത വരുത്തി പിണറായി. സർക്കാർ നിലപാട് പുതിയ ഡാം വേണമെന്നു തന്നെ. തമിഴ്നാടുമായി സംഘർഷത്തിനില്ല. അഴിമതിക്കെതിരെ കർശന നടപടി. കുടുംബത്തോടൊപ്പം വീട്ടിലിരിക്കാൻ ആഗ്രഹമുള്ളവർക്ക് അഴിമതിക്ക് തുനിയേണ്ട. 14ാം നിയമസഭയ്ക്ക് അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയോടെ തുടക്കം. ചരിത്രം കുറിച്ച് ഒ രാജഗോപാൽ. പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ. പി ശ്രീരാമകൃഷ്ണനും VP സജീന്ദ്രനും മത്സര രംഗത്ത്. ആരോഗ്യരംഗത്ത് കേരളത്തിന് വൻ പ്രഖ്യാപനങ്ങളുമായി JP നദ്ദ. 3 മെഡിക്കൽ കോളേജുകളെ സൂപ്പർ സ്പെഷ്യാലിറ്റി സെന്ററുകളാക്കും. 360 കോടി രൂപ വകയിരുത്തും. ജില്ലാതല ഡയാലിസിസ് പദ്ധതികളോട് കേരളം സഹകരിച്ചില്ലെന്ന് ആക്ഷേപം. പരവൂർ വെടിക്കെട്ട് ദുരന്തത്തിൽ പീതാംബരക്കുറുപ്പിനെതിരെ മൊഴി. കമ്പം നടത്താൻ പീതാംബരക്കുറുപ്പ് ഇടപെട്ടു. ഉത്സവ കമ്മിറ്റി സെക്രട്ടറിയുടെ മൊഴി കേന്ദ്ര സംഘത്തിന് മുൻപാകെ. റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. ആന എഴുന്നള്ളിപ്പിന് നിയന്ത്രണം വേണമെന്ന് K രാജു. വനാതിർത്തി നിർണയം 2 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കും. വ്യവസായികളെ സഹായിക്കാൻ ഏകജാലക സംവിധാനം തുടങ്ങുമെന്ന് EP ജയരാജൻ. ഖനനം പൊതുമേഖലയിൽ മാത്രമാക്കും. ജിഷ കൊലക്കേസിൽ പ്രതിയുടെ 2ാം രേഖാചിത്രം പുറത്തുവിട്ടു. ഉന്നത കോൺഗ്രസ് നേതാവിന് പങ്കുണ്ടെന്ന ആരോപണത്തിൽ ഉറച്ച് ജോമോൻ പുത്തൻപുരയ്ക്കൽ. കണ്ണൂരിൽ ബാങ്ക് ജീവനക്കാരി സുരക്ഷാ ജീവനക്കാരന്റെ തോക്കിൽ നിന്ന് വെടിയേറ്റു മരിച്ചു. ഗുജറാത്ത് കലാപത്തിലെ ഗുൽബർഗ് കൂട്ടക്കൊലക്കേസിൽ 24 പ്രതികൾ കുറ്റക്കാർ. 11 പേർക്കെതിരെ കൊലക്കുറ്റം. 36 പേരെ വെറുതെ വിട്ടു. നിരാശയെന്ന് സാഖ്രിയ ജാഫ്രി. ഭാഗിക നീതി മാത്രമെന്ന് ജയറാം രമേശ്. ന്യൂസ് ടുഡേയിലേക്ക് വിശദമായി. ഫൗളില്ലാത്ത വിജിലൻസ് ആണ് ലക്ഷ്യമെന്ന് പ്രഖ്യാപിച്ച് വിജിലൻസ് ഡയറക്ടറായി ജേക്കബ് തോമസ് ചുമതലയേറ്റു. പത്തി വിടർത്തിയാടാൻ മാത്രമല്ല അഴിമതിക്കാരെ കടിക്കാനും വിജിലൻസിനാകുമെന്ന് ജേക്കബ് തോമസ് പറഞ്ഞു. എല്ലാ വിഭാഗത്തിൻ്റെ അഴിമതിക്കെതിരെയും നടപടിയുണ്ടാകുമെന്നും ജേക്കബ് തോമസ് ഉറപ്പു നൽകി. വിജിലൻസ് നേരിടാൻ പോകുന്നത് ഇപ്പോൾ ഈ ഫുട്ബോളിൽ നമ്മൾ ഈ ചുമന്ന കാർഡ് മഞ്ഞക്കാർഡ് ഒക്കെ കണ്ടിട്ടില്ലേ? ഈ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് റെഫറി മഞ്ഞക്കാർഡ് കാണിക്കും. ഇതാ മഞ്ഞക്കാർഡ്. മഞ്ഞക്കാർഡ് കാണിച്ചു കഴിഞ്ഞാൽ ഫൗളായി എന്നുള്ളതാണ്. അപ്പോൾ ഫൗളില്ലാത്ത ഒരു വിജിലൻസ് ആണ് കേരളത്തിൽ നമുക്കുണ്ടാവേണ്ടത്. ഫൗളില്ലാത്ത. ഇനി അത് ആദ്യം മഞ്ഞക്കാർഡ് കാണിക്കും. ഇനി മഞ്ഞക്കാർഡ് ഇത്ര അറിയാമല്ലോ, ഫുട്ബോളിൽ 2-3 പ്രാവശ്യം കാണിച്ചിട്ട് അവസാനം ഇങ്ങനൊരു കാർഡും കൂടി ഉണ്ടല്ലോ. പത്തി വിടർത്തി ആടുക മാത്രമല്ല അഴിമതിക്കാരെ കടിക്കാനും വിജിലൻസിനാകുമെന്നും ജേക്കബ് തോമസ് കൂട്ടിച്ചേർത്തു. എല്ലാം നമ്മൾ എന്താ പറയുക, ഈ പത്തി വിടർത്തി ആടി കാണിക്കേണ്ട കാര്യമില്ലല്ലോ, അത് കടി കൊള്ളുമ്പോൾ അറിഞ്ഞോളും. ബാർക്കോഴ കേസിന്റെ ഭാവി എന്താകുമെന്ന ചോദ്യത്തിന് ജേക്കബ് തോമസിന്റെ മറുപടി ഇങ്ങനെ. ഈ ക്രിയേറ്റീവ് വിജിലൻസ് ഇനി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നതിൽ പുറകോട്ട് നോക്കിയുള്ള ഒരു ഓടിയിലല്ല. ഒരിക്കലും നമ്മൾ പുറകോട്ട് നോക്കി വിജിലൻസ് ഓടിക്കത്തില്ല. സർക്കാരുമായി ചേർന്ന് ഒരു ടീമായി പ്രവർത്തിക്കുമെന്നും ജേക്കബ് തോമസ് കൂട്ടിച്ചേർക്കുന്നു. റിപ്പോർട്ടർ, തിരുവനന്തപുരം. ഈ വിഷയത്തിൽ കോൺഗ്രസ് നേതാവ് പഴകുളം മധു, CPM നേതാവ് AA റഹീം, കേരള കോൺഗ്രസ് നേതാവ് സജി മഞ്ഞക്കടമ്പൻ, ആം ആദ്മി പാർട്ടി നേതാവ് അരുൺ ജോസഫ് എന്നിവരാണ് വിവിധ സ്റ്റുഡിയോകളിൽ നിന്നും ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ പഴകുളം മധു, ഇന്ന് പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ട് അഴിമതിക്കാർക്കെതിരെ നടപടിയെടുക്കുമ്പോൾ അത് പ്രതികാരമാണ് എന്നൊന്നും ആരും വ്യാഖ്യാനിക്കേണ്ടതില്ല, അത് സ്വാഭാവിക നിയമ നടപടി മാത്രമാണ്. ജേക്കബ് തോമസ് പറഞ്ഞത് എൻ്റെ നിയമനം ഒരു സന്ദേശമാണ്, ആ സന്ദേശം എല്ലാവർക്കും മനസ്സിലാകുമല്ലോ എന്നാണ്. അദ്ദേഹം ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട്, പത്തി വിടർത്തി ആടാൻ മാത്രമല്ല, അതല്ല നടപടി, കടിക്കുമ്പോൾ അഴിമതിക്കാർക്ക് മനസ്സിലാകും. രാഷ്ട്രീയ പ്രതികാര ബുദ്ധിയോടെ ഇടപെട്ടു തുടങ്ങി സർക്കാർ എന്ന ഒരു പരാതി കോൺഗ്രസിന് പറയാൻ തോന്നുന്നുണ്ടോ ഇപ്പോൾ? ശ്രീ ജേക്കബ് തോമസ് വിജിലൻസ് ഡയറക്ടറായി നിയമിതനായതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഞങ്ങൾക്കെല്ലാം നല്ല സന്തോഷമാണുള്ളത്.
അദ്ദേഹം ഒരു നല്ല ഓഫീസറാണെന്നുള്ള ധാരണയാണ് പേഴ്സണലായി എനിക്കുള്ളത്. അതുകൊണ്ട് അദ്ദേഹം ആ സ്ഥാനത്ത് വന്നതിൽ ഞങ്ങൾക്ക് ആർക്കെങ്കിലും പ്രത്യേകമായ വൈഷമ്യമില്ല, ആശങ്കയില്ല. അദ്ദേഹം ആ സ്ഥാനത്തിരിക്കട്ടെ. എത്രയോ കാലമായി യൂണിഫോം ഇടാനുള്ള അവസരം ഉണ്ടാകാതെ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റിലെല്ലാം കാലത്ത് നടന്നിരുന്ന ശ്രീ ജേക്കബ് തോമസിന് ആദ്യമായി യൂണിഫോം ഇടാൻ അവസരമുണ്ടാക്കിയതും അദ്ദേഹത്തെ വിജിലൻസിൽ നിയമിച്ചതും ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റാണ്. അദ്ദേഹം ഇന്ന് പറഞ്ഞിരിക്കുന്നു, അദ്ദേഹം പത്തി വിടർത്തി കാണിക്കാറില്ല, അദ്ദേഹം കടിക്കുകയുള്ളൂ. അദ്ദേഹം കടിക്കുന്നത് കാണാൻ കേരളം ഇനി കാത്തിരിക്കുകയാണ്. അക്കാര്യത്തിൽ അദ്ദേഹം ഗവൺമെൻറ്റുമായി ചേർന്ന് പോകും എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഗവൺമെൻറ്റുമായി ചേർന്ന് പോകട്ടെ. ഗവൺമെൻറ്റും ശരിയായ നിലയിൽ പോവുകയാണെങ്കിൽ യാതൊരു സംശയവും വേണ്ട, അദ്ദേഹത്തിന് എല്ലാ പിന്തുണയും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും ലഭിക്കും. അതിനെ സംബന്ധിച്ച് കേരളത്തിൽ കഴിഞ്ഞ ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഉയർന്നു വന്ന ആരോപണങ്ങളും അന്വേഷണം നടക്കുന്നതായിട്ടുള്ള കേസുകളും വിജിലൻസ് ഡയറക്ടറായിട്ടുള്ള ജേക്കബ് തോമസിൻ്റെ കൈകളിലേക്ക് വരുമ്പോൾ ഇടതുപക്ഷ മുന്നണി കഴിഞ്ഞ 5 വർഷക്കാലം പറഞ്ഞു നടന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും തുമ്പോ തെളിവോ ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ ഉണ്ടാക്കട്ടെ. UDF അതിനെ സർവാത്മന സ്വാഗതം ചെയ്യുകയാണ്. അതേ അവസരത്തിൽ എന്തെങ്കിലും പ്രത്യേകമായി ഗവൺമെൻറ്റിനുള്ള പ്രതിപത്തി തോന്നി നിയമവിരുദ്ധമായി പ്രവർത്തിക്കാൻ ആരെങ്കിലും ആവുകയാണെങ്കിൽ അതിന് ശക്തമായി നേരിടാനുള്ള നിയമ സംവിധാനങ്ങൾ കേരളത്തിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് ഇത് ഞങ്ങൾ വളരെ സർവാത്മന സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ കഴിവ് തെളിയിക്കട്ടെ. അദ്ദേഹം പുറകോട്ട് നോക്കി എല്ലാ വണ്ടി ഓടിക്കുന്നത്, മുൻപോട്ട് തന്നെ നോക്കി വണ്ടി ഓടിക്കാനുള്ള പ്രാഗൽഭ്യം അദ്ദേഹത്തിനുണ്ട് എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തിന് സ്വതന്ത്രമായി മുൻപോട്ട് പോകാനുള്ള എല്ലാ ഭാവങ്ങളും ഞങ്ങൾ നേരുകയാണ്. ഗവൺമെൻറ്റും ആ രീതിയിൽ പോസിറ്റീവായി ഇത്തരം കാര്യങ്ങൾ എടുക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷേ അദ്ദേഹത്തെ ആക്കേണ്ടിയിരുന്ന വിജിലൻസ് ഡയറക്ടർ അല്ല. ശ്രീ സെൻകുമാറിനെ ആ സ്ഥാനത്ത് നിന്നും അൺസെറിമോണിയൽ സെൻഡ് ഓഫ് കൊടുത്ത് വിടുമ്പോൾ ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യതയുണ്ടായിരുന്ന സീനിയോറിറ്റിയുടെ കാര്യത്തിൽ അർഹതയുണ്ടായിരുന്ന ജേക്കബ് തോമസിനെ അവിടെ വെച്ചില്ല. അദ്ദേഹത്തിനെ വിജിലൻസ് ഡയറക്ടറായിട്ട് മാത്രമേ വെച്ചുള്ളൂ. ആ ഒരു വിഷമം എനിക്കുണ്ട്. അദ്ദേഹത്തെ വേണമെങ്കിൽ DGP ലോ ആൻഡ് ഓർഡർ ആക്കാമായിരുന്നു. അദ്ദേഹവും അത് ആഗ്രഹിച്ചതാണ്. അത്ര അദ്ദേഹം ആയിട്ടില്ല. എന്തോ ലക്ഷ്യം കൊടുത്താണ് അദ്ദേഹത്തെ ഈ സ്ഥാനത്ത് ചെയ്തിരിക്കുന്നത്. ആ ലക്ഷ്യം അദ്ദേഹം പൂർത്തീകരിക്കുകയാണെങ്കിൽ ആ സ്ഥാനം അദ്ദേഹത്തിന് ലഭിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എന്തായാലും ജേക്കബ് തോമസ് ഇതപര്യന്തമുള്ള അദ്ദേഹത്തിൻ്റെ നല്ല ഓഫീസർ എന്നുള്ള നിലയിലുള്ള പ്രവർത്തനം തുടരാൻ തയ്യാറാകും എന്നാണ് ഞങ്ങളെല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ശരി, ശ്രീ പഴകുളം മധു, താങ്കൾ പറഞ്ഞ ഈ നല്ല ഓഫീസറോടോ UDF സർക്കാർ കാണിച്ചത് എന്താണ് എന്ന് എല്ലാവർക്കും അറിയാം. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ശ്രീ A. റഹീം, ഇപ്പോൾ പാമോലിൻ കേസ്, അതുപോലെ ടൈറ്റാനിയം, ബാർക്കോഴ, അങ്ങനെ ഒരുപിടി കേസുകളാണ് വിജിലൻസിൻ്റെ ഓഫീസിൽ കെട്ടിക്കിടക്കുന്നത്. അതിലൊക്കെ തീരുമാനം ഉണ്ടാക്കേണ്ടതുണ്ട്. ഞാൻ മുന്നോട്ട് നോക്കിയാണ് പോകുന്നത്, പിന്നോട്ട് നോക്കുന്നില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. ഇപ്പോൾ ശ്രീ മധു സൂചിപ്പിച്ചതുപോലെ എന്തൊക്കെയോ ചില ലക്ഷ്യങ്ങളോടെയാണ് ജേക്കബ് തോമസ് എന്ന ഈ ഉദ്യോഗസ്ഥനെ ആ പോസ്റ്റിൽ വെച്ചിരിക്കുന്നത് സർക്കാർ. അങ്ങനെയാണെങ്കിൽ എന്താണ് ആ ലക്ഷ്യം? ഈ കേസുകളിൽ ആദ്യം തന്നെ അന്വേഷണം ഉണ്ടാകണം, ഞങ്ങൾ പറയുന്നത് പോലെ കാര്യങ്ങൾ നടക്കണമെന്നതാണോ ലക്ഷ്യം? അല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ വളരെ പ്രധാനമായി ജനങ്ങളുടെ മുമ്പിൽ വെച്ച ഒരു മുദ്രാവാക്യം തന്നെ അഴിമതിക്കെതിരായ മുദ്രാവാക്യമായിരുന്നു. വിജിലൻസിനെ സ്വതന്ത്ര പദവിയിലേക്ക് ഉയർത്തും, ഇതാണ് ഞങ്ങൾ പറഞ്ഞത്. ഇതിപ്പോൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ. അത് ജേക്കബ് തോമസിൻ്റെ ഒരു ഉദ്യോഗസ്ഥൻ്റെ നിയമനത്തിൽ മാത്രമല്ല, വരാൻ പോകുന്നത് എല്ലാവിധ സർക്കാർ നിയന്ത്രണങ്ങൾക്കും അപ്പുറത്തുള്ള വിജിലൻസ് എന്ന കൺസെപ്റ്റിലേക്ക് കേരളം നീങ്ങുകയാണ്. അഴിമതിക്കെതിരെ ജനങ്ങൾ തന്ന മാൻഡേറ്റ് ആ വിധം നീങ്ങുകയാണ്. അതിൽ ഇപ്പോൾ പറയുന്ന DGP റാങ്കിലുള്ള ശ്രീ ജേക്കബ് തോമസ് ഇപ്പോൾ അത് നിയോഗിക്കപ്പെട്ടു എന്നത് മാത്രമേ ഉള്ളൂ. സർക്കാരിൻ്റെ ഇച്ഛാശക്തിയാണ് ഇക്കാര്യത്തിൽ പ്രധാനം. സർക്കാർ അഴിമതിക്കെതിരായ സമരത്തിലൂടെ വന്നൊരു സർക്കാരാണ്. അഴിമതിക്കെതിരായ ശക്തമായ സമരം ഞങ്ങൾ തുടരും. അതിന് വിജിലൻസിന് കൂടുതൽ സ്വതന്ത്ര പദവി നൽകും. ഇവിടെ വലിയൊരു പ്രത്യേകതയുണ്ട്, വ്യത്യാസമുണ്ട്. ശ്രീ പഴകുളം മധു വളരെ വികാരാധീനനായി അദ്ദേഹത്തെ ലോ ആൻഡ് ഓർഡർ കൊടുക്കാത്തതിൽ ഖിന്നത രേഖപ്പെടുത്തുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ദുഃഖം എന്തായാലും ഞാൻ രേഖപ്പെടുത്തുക, ഞാനും ഏറ്റുവാങ്ങാണ്, ഇരുന്നോട്ടെ. അത് എന്തായാലും വിഷമിക്കേണ്ട. അദ്ദേഹത്തിന് ആഗ്രഹിച്ചൊരു പദവിയിലേക്ക് തന്നെയാണ് അദ്ദേഹത്തെ എത്തിയിരിക്കുന്നത്. അതൊരു മെസ്സേജ് തന്നെയാണ്. നിങ്ങൾ എന്തിനായിരുന്നു ജേക്കബ് തോമസിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയത്? ജേക്കബ് തോമസിനെ അഴിമതിക്കെതിരായ നിലപാടെടുത്തതിൻ്റെ പേരിലാണ് നിങ്ങൾ മാറ്റിയത്. അതാണ് പ്രശ്നം. അത് ഒരു ജേക്കബ് തോമസിൻ്റെ കാര്യം മാത്രമല്ല, കൺസ്യൂമർ ഫെഡിൻ്റെ അഴിമതി ചൂണ്ടിക്കാട്ടിയതിന് ടോമിൻ തച്ചങ്കരിയെ നിങ്ങൾ മാറ്റി.
അഴിമതി ആര് ചൂണ്ടിക്കാണും? കമലവർദ്ധന റാവു എന്നൊരു ഉദ്യോഗസ്ഥൻ എവിടെയോ വിട്ടു പോകേണ്ടി വന്നു കടകംപള്ളി ഭൂമി കുംഭകോണവുമായി ബന്ധപ്പെട്ട ഒരു നിലപാടെടുത്തതിൻ്റെ പേരിൽ. ഇങ്ങനെ എത്രയോ പേരിൽ അസിസ്റ്റന്റ് ലാൻഡ് റവന്യൂ സെക്രട്ടറി, ഞാൻ ഓർമ്മ ശരിയാണെങ്കിൽ ശ്രീ സജിത് ബാബു, ഇങ്ങനെ എത്രയോ പേർ അഴിമതിക്കെതിരായി നിലപാടെടുത്താൽ ബാബു, നിങ്ങൾ പറഞ്ഞല്ലോ ഇപ്പോൾ എന്തൊക്കെയോ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ DGP ലോ ആൻഡ് ഓർഡർ കൊടുക്കുമെന്നെല്ലാം, അത് നിങ്ങളുടെ നിലപാടാണ്. ഇപ്പോൾ വിൻസെന്റ് പോളിനെ നിങ്ങൾ പ്രതിഷ്ഠിച്ചല്ലോ, അതെല്ലാം വെച്ച് നിങ്ങൾ ശുപാർശ ചെയ്തല്ലോ, നിങ്ങൾ അതുമായെല്ലാം ബന്ധപ്പെട്ട് പറയുന്ന ചില കാര്യങ്ങളാണ്. അത് നിങ്ങളുടെ നിലപാടല്ല. ഞങ്ങൾക്ക് ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ഇച്ഛാശക്തി പ്രതിഫലിപ്പിക്കേണ്ട ആൾക്കാരാണ്. സർക്കാരിൻ്റെ ഇച്ഛാശക്തി അഴിമതിക്കെതിരായ ഇച്ഛാശക്തിയാണ്. നിങ്ങൾ ചെയ്തത് വിജിലൻസിനെ പൂർണ്ണമായും ബന്ധനസ്ഥമാക്കാൻ നിങ്ങൾ ശ്രമിച്ചു. വിജിലൻസിലെ ഉദ്യോഗസ്ഥരെ നിങ്ങളെ ചൊൽപ്പടിക്ക് നിർത്താൻ നിങ്ങൾ ശ്രമിച്ചു. കേസുകൾ അട്ടിമറിക്കാൻ ശ്രമിച്ചു. ഞങ്ങൾ ആ സമീപനം കൈക്കൊള്ളില്ല. എല്ലാറ്റിനും ഉപരിയായി നിങ്ങൾ ചെയ്ത ഏറ്റവും ക്രൂരമായ ഒരു കൃത്യമെന്ന് പറയുന്നത് ഈ രാജ്യം തന്നെ പാസാക്കിയ ഏറ്റവും പ്രമുഖമായ നിയമങ്ങളിലൊന്ന് വിവരാവകാശ നിയമം. ആ വിവരാവകാശ നിയമത്തിൻ്റെ ആമുഖത്തിൽ തന്നെ പറയുന്നുണ്ട്, യഥാർത്ഥത്തിൽ വിവരാവകാശ നിയമം എന്നത് അഴിമതിക്കെതിരായ ഒരു വലിയ മാഗ്നാ കാർട്ട എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. പക്ഷേ അത് നിങ്ങൾ അട്ടിമറിക്കാൻ ശ്രമിച്ചവരാണ്. വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ നിന്ന് പോലും ഇത്തരം അഴിമതി കേസുകളും ജനപ്രതിനിധികളെയും മാറ്റി നിർത്തുന്നതിനുള്ള ഉത്തരവിറക്കിയവരാണ് നിങ്ങൾ. ഹൈക്കോടതി അതിനെ ചോദ്യം ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഇത് അഴിമതിയെ മൂടിവെക്കുന്നതിനും അഴിമതിയോട് കുടപിടിക്കുകയും ചെയ്ത് നിങ്ങളെടുത്ത സമീപനങ്ങൾക്കെതിരെ ജനങ്ങൾ ഞങ്ങളെ ഒരു മാൻഡേറ്റ് ലഭിച്ചിരിക്കുന്നു. അത് രാഷ്ട്രീയമായ അഴിമതി തുടച്ചു നീക്കുന്ന കാര്യത്തിൽ മാത്രമല്ല, ഉദ്യോഗസ്ഥ തലത്തിലും അഴിമതി തുടച്ചു നീക്കുന്നതിന് കഴിഞ്ഞ കാലങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ പ്രതിജ്ഞാബദ്ധതയോടെ പ്രവർത്തിച്ചതുപോലെ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരും വർദ്ധിത വീര്യത്തോടു കൂടി പ്രവർത്തിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതിന് വരാൻ പോകുന്ന ദിവസങ്ങളിൽ കേരളം കാണാൻ പോകുന്നത് വിജിലൻസിന് സ്വതന്ത്ര പദവി കൊടുക്കാൻ പോകുന്നു. ആ സ്വതന്ത്ര പദവിയോടുകൂടി വിജിലൻസ് എല്ലാ രാഷ്ട്രീയ സ്വാധീനത്തിനും അപ്പുറത്ത് അഴിമതിക്കെതിരായ ഒരു കറക്റ്റീവ് ഫോഴ്സായി കേരളത്തിന്റെ അഭിമാനം. അത് LDFന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വിജിലൻസിന്റെ സ്വതന്ത്ര പദവിയും സംസ്ഥാന വിജിലൻസ് കമ്മീഷനും. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. ശ്രീ സജി മഞ്ഞക്കടമ്പൻ, നിങ്ങളുടെ നേതാവ് KM മാണിക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യണമെന്ന് നിർദ്ദേശം നൽകിയ ഉദ്യോഗസ്ഥനായിരുന്നു അന്ന് ADGP അഡീഷണൽ ഡയറക്ടർ ആയിരുന്ന ജേക്കബ് തോമസ്. അദ്ദേഹം ഇപ്പോൾ വിജിലൻസിന്റെ ഡയറക്ടർ ആവുകയാണ്. ബാർക്കോഴ കേസിൽ അന്വേഷണം കഴിഞ്ഞുവെങ്കിലും അതിന്റെ തുടർ നിയമ നടപടികൾ ഇനിയും ബാക്കിയാണ്. വിചാരണ കോടതി, വിജിലൻസ് കോടതി മുൻപാകെ ആ കേസ് കിടക്കുന്നു. കൂടുതൽ അന്വേഷണം വേണമെന്ന ആവശ്യമടങ്ങുന്ന ഹർജി കോടതി പരിഗണിക്കാനിരിക്കുകയും ചെയ്യുന്നു. വിജിലൻസ് അതിൻ്റെ നിലപാട് പാടെ മാറ്റുമെന്ന് ഇപ്പോൾ തന്നെ വ്യക്തമായി കഴിഞ്ഞിട്ടുമുണ്ട്. നിങ്ങൾ ഏറ്റവും അധികം ആക്രമിച്ചത്, രാഷ്ട്രീയമായി ആക്രമിച്ച ഒരു ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്നു ജേക്കബ് തോമസ്. ഈ ഘട്ടത്തിൽ ഒരു തരത്തിലുള്ള തിരിച്ചടി ഈ കേസിൽ ഉണ്ടാകുമെന്ന ആശങ്ക കേരള കോൺഗ്രസിനുണ്ടോ? കേരള കോൺഗ്രസിന് യാതൊരു ആശങ്കയുമില്ല. ജേക്കബ് തോമസ് അന്ന് FIR ഇടണമെന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ടും അന്ന് FIR ഇട്ടു, അന്വേഷണം നടത്തി. അതിനുശേഷം പുനരന്വേഷണം നടന്നു. നമ്മുടെ സുകേശനെ കൊണ്ട് തന്നെ വീണ്ടും അന്വേഷിപ്പിക്കാൻ കോടതി ഉത്തരവിട്ടു. ആ സുകേശൻ അന്വേഷിച്ച് ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലിരിക്കുക. സുകേഷ് പുനരന്വേഷിച്ചിട്ട് എന്താ പറഞ്ഞത്? ഈ കേസിൽ ശ്രീ KM മാണി സാറ് പണം ചോദിച്ചതായിട്ടോ അദ്ദേഹത്തിന് പണം കൊടുത്തതായിട്ടോ യാതൊരു തെളിവുമില്ല. ഇന്ന് ആ ബാർക്കോഴ വിവാദവുമായി ബന്ധപ്പെട്ട്, കേസുമായി ബന്ധപ്പെട്ട് നിരവധി സാക്ഷികളെ ശരിക്കും ഉണ്ടായി, നിരവധി സാക്ഷികളെ ഇവർ കൊടുക്കുകയുണ്ടായി. ആ സാക്ഷികളൊക്കെ പറഞ്ഞത് ഇന്ന സമയത്ത് ഞങ്ങൾ പണം കൊടുത്തു, ഇന്ന സമയത്ത് ഞങ്ങൾ മന്ത്രിയുടെ പാലായ വീട്ടിലുണ്ടായിരുന്നു, ഇന്ന സമയത്ത് ഞങ്ങൾ മന്ത്രിയുടെ തിരുവനന്തപുരം വീട്ടിലുണ്ടായിരുന്നു എന്നൊക്കെ ചില ആളുകളെ കൊണ്ട് പറയിപ്പിച്ചെങ്കിലും വിജിലൻസ് അന്വേഷിച്ചപ്പോൾ ആ സമയത്തുള്ള ആളുകൾ ഇവരുടെ ടവർ ലൊക്കേഷൻ, മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ പരിശോധിച്ചപ്പോൾ ഈ ആളുകളൊന്നും ഈ പറഞ്ഞ പ്രദേശത്ത് പോലും ഇല്ലാത്തവരാണെന്ന് വിജിലൻസ് കണ്ടെത്തി. തീർച്ചയായിട്ടും ആ കേസിനകത്ത് ഒരു കാരണവശാലും ബഹുമാനപ്പെട്ട KM മാണി സാറിനെ പ്രതിയാക്കാൻ നിർവാഹമില്ല എന്ന് സുകേശനും വീണ്ടും റിപ്പോർട്ട് ചെയ്തിരിക്കുക. അങ്ങനെ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്ന കേസ് കോടതിയിൽ ഇരിക്കുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഭയപ്പെടേണ്ട കാര്യമില്ല. ഇപ്പൊ ജേക്കബ് തോമസ് വീണ്ടും മാണി സാർ എന്താ പറഞ്ഞത്? പുനരന്വേഷണം വരട്ടെ, 101 തവണ അന്വേഷിക്കട്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് കേരള കോൺഗ്രസ് പാർട്ടിക്ക് ഇനി ജേക്കബ് തോമസ് അല്ല ആരന്വേഷിച്ചാലും ഈ വിഷയത്തെ സംബന്ധിച്ച് ഭയപ്പാടില്ല. കാരണം ഇത്തരത്തിലുള്ള അഴിമതി കേസിൽ ബഹുമാനായ KM മാണി സാർ ഉൾപ്പെട്ടിട്ടില്ല. അദ്ദേഹത്തെ ബോധപൂർവം കഴിഞ്ഞ ഏതാണ്ട് 1.5 വർഷം മുമ്പ് രാഷ്ട്രീയപരമായി കേരള കോൺഗ്രസ് പാർട്ടിയെ ഇല്ലാതാക്കുവാൻ, അതിൽ KM മാണി സാർ കഴിഞ്ഞ 50 വർഷമായി അദ്ദേഹത്തിനുണ്ടായിരുന്ന രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ, രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ, മന്ത്രി എന്ന നിലയിൽ, ജനപ്രതിനിധി എന്ന നിലയിൽ 50 വർഷമായി അദ്ദേഹത്തിന് നേരെ യാതൊരു തരത്തിലുള്ള അഴിമതി ആരോപണം പോലുമില്ലാത്ത, അല്ലെങ്കിൽ ഒരു ആരോപണം ഉന്നയിക്കപ്പെടാത്ത നേതാവായിരുന്നു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രതിച്ഛായ തകർത്തുകൊണ്ട് കേരള കോൺഗ്രസ് പാർട്ടിയെ ഇല്ലാതാക്കുവാൻ വേണ്ടി ചിറർ നടത്തിയ ഗൂഢാലോചനയാണ് ഈ ബാർക്കോഴ വിവാദമെന്ന് നമുക്കെല്ലാം കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണല്ലോ ഈ ആരോപണങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ടും ശ്രീ KM മാണി സാർ പാലായിലെ 13ാമതും ചരിത്ര വിജയം നേടിയിരിക്കുന്നത്. ജനകീയ കോടതിയിൽ അദ്ദേഹം ഇന്ന് വിജയിച്ചിരിക്കുക. ഇനി ഏതെങ്കിലും ഒരു ഗവൺമെന്റ്, പുതിയ ഗവൺമെന്റ് വന്ന് ബഹുമാനായ മാണി സാറിനെ അല്ലെങ്കിൽ അദ്ദേഹത്തെ പ്രതിയാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അദ്ദേഹത്തെ പിടിച്ച് ജയിലിലാക്കാൻ വേണ്ടി നമ്മുടെ ജേക്കബ് തോമസിനെ നിയമിച്ചതാണെന്ന് ഞങ്ങൾ കരുതുന്നില്ല.
അങ്ങനെ ഉദ്യോഗസ്ഥനാക്കാൻ പറ്റില്ല. പണ്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ബഹുമാനപ്പെട്ട കെ മാണി സാറിനെ അദ്ദേഹത്തിന് ഗ്രാഫൈറ്റ് കേസിൽ പ്രതിയാക്കാൻ നയനാർ ഗവൺമെന്റ് വളരെയേറെ പരിശ്രമിച്ചു, പലവട്ടം പരിശ്രമിച്ചു. എങ്ങനെയെങ്കിലും കെ മാണി സാറിനെ ഗ്രാഫൈറ്റ് കേസിൽ പ്രതിയാക്കാൻ വേണ്ടി ആ ഗവൺമെന്റ് നിർദ്ദേശം കൊടുത്തു. വീണ്ടും അന്വേഷണം നടത്തിയിട്ട് എന്താ അന്വേഷണത്തിൽ കണ്ടത്? ഒരു കാരണവശാലും കെ എം മാണിയെ ഗ്രാഫൈറ്റ് കേസിൽ പ്രതിയാക്കാൻ നിർവാഹമില്ല എന്നുള്ള റിപ്പോർട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ് ആ അന്വേഷണ ഏജൻസി കൊടുത്തത്. ഇനി ഞാൻ അതുപോലെ തന്നെ ഇപ്പൊ വീണ്ടും അന്വേഷിച്ച് കെ എം മാണിയെ പ്രതിയാക്കാൻ ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ് പറഞ്ഞു എന്നല്ല ഞാൻ പറഞ്ഞത്. ഇനി പറഞ്ഞാൽ പോലും ഇവിടെ ഇത്തരത്തിൽ ഈ കേസിൽ യാതൊരു ബന്ധവുമില്ലാത്ത കേരള കോൺഗ്രസ് പാർട്ടിയുടെ ആദരണീയനായ ചെയർമാൻ ശ്രീ കെ എം മാണി സാറിനെ ഈ കേസിൽ ഉൾപ്പെടുത്തുമെന്നോ അല്ലെങ്കിൽ ജേക്കബ് തോമസ് ഇന്ന് ഈ ഇതിന്റെ വിജിലൻസിന്റെ തലപ്പത്തെത്തിയത് കൊണ്ട് കേരള കോൺഗ്രസ് പാർട്ടിക്ക് യാതൊരു ആശങ്കയുമില്ല. അദ്ദേഹം നല്ല ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം സത്യസന്ധമായി അന്വേഷിക്കട്ടെ. അദ്ദേഹം സത്യസന്ധമായിട്ട് അന്വേഷിക്കുകയാണെങ്കിൽ അദ്ദേഹം ഇവിടെ ഇടതുപക്ഷമെന്നോ വലതുപക്ഷമെന്നോ നോക്കാതെ, കക്ഷി രാഷ്ട്രീയ ഭേദം നോക്കാതെ അഴിമതിക്കെതിരെ അദ്ദേഹം പോരാടുകയാണെങ്കിൽ തീർച്ചയായിട്ടും കേരള കോൺഗ്രസ് പാർട്ടിയുടെ പിന്തുണ അദ്ദേഹത്തിനുണ്ടാവും. അദ്ദേഹത്തിന് കേരള കോൺഗ്രസ് പാർട്ടി 100% അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ സ്വാഗതം ചെയ്യും. ഇന്ന് ഇവിടെ എന്താ അദ്ദേഹം അടുത്ത ഘട്ടത്തിൽ അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഞാൻ അരുൺ ജോസഫിലേക്ക് പോകുന്നു. അരുൺ, നമുക്കറിയാം കേരളത്തിലെ വിജിലൻസിന്റെ പൊതുവായ ഒരു അവസ്ഥ അതെപ്പോഴും രാഷ്ട്രീയ മുക്തമല്ല. രാഷ്ട്രീയ പാർട്ടികളുടെ ഭരണ സംവിധാനത്തിന്റെ ഒക്കെ ഭാഗമായി നിലകൊള്ളുന്നതാണ്. അഴിമതി വിരുദ്ധ പോരാട്ടങ്ങളിലൂടെ പൊതുസമൂഹത്തിൽ ശ്രദ്ധേയനുമാണ് ജേക്കബ് തോമസ്. അദ്ദേഹത്തെ ആ പദവിയിലേക്ക് കൊണ്ടുവന്നു എന്നത് ആ നിലയ്ക്ക് പൊതുസമൂഹത്തിൽ വലിയ സ്വീകാര്യതയും ഉണ്ടാക്കിയിട്ടുണ്ട്. താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഈ പറഞ്ഞ കേസുകളിൽ അല്ലെങ്കിൽ അഴിമതി വിരുദ്ധ പോരാട്ടത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അദ്ദേഹത്തിന് വിജിലൻസ് ഡയറക്ടർ എന്ന പദവി തുടർന്നും വഹിക്കാൻ ഇപ്പോഴത്തെ ഭരണ സംവിധാനത്തിന് കീഴിൽ കഴിയുമെന്ന് ഉറച്ചു വിശ്വസിക്കാൻ പറ്റുന്ന സാഹചര്യമുണ്ടോ? ഇല്ല, ഇപ്പോൾ അദ്ദേഹം ഈ സ്ഥാനത്ത് വന്നതിനെ ആം ആദ്മി പാർട്ടി പൂർണ്ണമായിട്ടും സ്വാഗതം ചെയ്യുന്നു. കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ഉദ്യോഗസ്ഥൻ തന്നെയാണ് ഈ സ്ഥാനത്ത് ഇപ്പോൾ വന്നിരിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന് തന്നെ ഇന്നത്തെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ കെ എം മാണി സാറടക്കമുള്ള ബാർക്കോഴ കേസിനെ പറ്റി ചോദിച്ചപ്പം പുറകോട്ട് നോക്കി അല്ല ഭരിക്കുന്നത്, തുടർന്ന് പോവുക എന്നുള്ള രീതിയിലുള്ള ചില സന്ദേശമാണ് അദ്ദേഹം നൽകിയത്. പ്രിസൈസ്ലി അദ്ദേഹം എന്താണെന്ന് അതുകൊണ്ട് ഉദ്ദേശിച്ചത് നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ എന്നിരുന്നാൽ കൂടിയും പഴയ കേസുകൾ തീർച്ചയായിട്ടും പൊങ്ങി വരും. ഇപ്പോൾ ആം ആദ്മി പാർട്ടി തന്നെ ഈ 2 കേസുകളിലും കക്ഷി ചേർന്നിരിക്കുന്നതാണ്, കെ ബാബുവിൻ്റെയും കെ എം മാണിയുടെയും. ഞങ്ങൾ വരും ദിവസങ്ങളിൽ വീണ്ടും വിജിലൻസ് കോടതിയെ സമീപിക്കുന്നുണ്ട്. ഇത് പുനരന്വേഷിക്കണം എന്ന് പറഞ്ഞ് ഞങ്ങൾ അത് വീണ്ടും ആ ഹർജി കൊടുക്കാൻ പോവുകയാണ്. അപ്പം ഇത്തരം കേസുകൾ വരുമ്പം അതിൻ്റെതായ പ്രാധാന്യം കൊടുത്ത് തന്നെ അദ്ദേഹത്തിന് ജേക്കബ് തോമസിന് പോകാൻ പറ്റുള്ളൂ. ഇത്തരം കേസുകളിൽ നിന്ന് ഇതിന് പ്രാധാന്യം കൊടുക്കാതെ ഇനിയുള്ള, അതായത് പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്തുള്ള അഴിമതിക്ക് മാത്രം പ്രാധാന്യം കൊടുത്താൽ മതി എന്ന് പറയുന്നത് അദ്ദേഹം അങ്ങനെ പറഞ്ഞു എന്നല്ല. അത്തരം ഒരു കാഴ്ചപ്പാട് ഒരു വിധത്തിലും പൊതുസമൂഹം അംഗീകരിക്കില്ല. കാരണം അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് പറയേണ്ടി വരും, ഇപ്പോൾ ജിഷയുടെ കൊലപാതകം കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്താണ് നടന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ സർക്കാർ അന്വേഷിക്കട്ടെ? അങ്ങനെയല്ലോ. സർക്കാർ എന്ന് പറയുന്നത് ജനങ്ങൾ തെരഞ്ഞെടുത്ത സർക്കാർ എല്ലാ ജനങ്ങളുടെയും കൂടെയാണ്. സ്വാഭാവികമായിട്ടും ഒരു കറപ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ക്രൈം അഗെയിൻസ്റ്റ് സൊസൈറ്റി. അങ്ങനെ അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല. മുഖ്യമന്ത്രി ഇന്ന് വിശദീകരിച്ചിട്ടുമുണ്ട്, അഴിമതിക്കെതിരായ നടപടി കർശനമാകും, അതിനെ പ്രതികാരം എന്നൊന്നും ആരും കണക്കാക്കേണ്ടതില്ല എന്ന് കൂടി വ്യക്തമാക്കിയിട്ടുണ്ട്. അതൊരു സൂചന. പക്ഷേ അവിടെ എല്ലാം പ്രിസൈസ്ലി ഈ 2 കേസുകൾ മാത്രമല്ല, ഇവിടെ ടി എസ് സൂരജൻ അടക്കമുള്ള പഴയ സർക്കാരിൻ്റെ കാലത്തെ കേസുകൾ അന്വേഷിക്കുക എന്നുള്ളത് പൊതുസമൂഹത്തിന് അഴിമതിരഹിത ഒരു ഗവൺമെൻറ്റാണ് ഇവിടെ പിണറായി വിജയൻ സ്ഥാപിക്കാൻ പോകുന്നത് എന്ന് ബോധ്യം വരണമെങ്കിൽ ഈ പഴയ കേസുകൾ അന്വേഷിക്കാതെ പോയിട്ട് ഒരു കാര്യവുമില്ല. ഞാൻ വേറൊരു സിമ്പിൾ ഉദാഹരണം പറയും. ഈ കേസുകളുടെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. വിവരാവകാശ പ്രകാരം ഈ വർഷം ചോദിച്ചപ്പം ശങ്കർ റെഡ്ഡി ഇപ്പോൾ സ്ഥാനം ഒഴിഞ്ഞു പോയ DGP തന്ന ഉത്തരവാണ് 2010 തൊട്ട് 2015 വരെ ഈ കേരളത്തിൽ എത്ര പേർക്കെതിരെ വിജിലൻസ് കേസെടുത്തിട്ടുണ്ട്, ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് എത്ര പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്, അതിൽ എത്ര പേർക്കെതിരെ കൺവിക്ഷൻ ഉണ്ടായിട്ടുണ്ട്, ആരൊക്കെ ഇപ്പോഴും സെർവ് ചെയ്യുന്നുണ്ട് ജയിലിൽ, എത്ര എമൗണ്ട് ഓഫ് മണിയാണ് ഇൻവോൾവ് ആയിരിക്കുന്നത്, ഈ ഡാറ്റ ഇല്ല. ഇങ്ങനെ ഒരു ഡാറ്റ കമ്പൈൽ ചെയ്തിട്ട് വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റ് സൂക്ഷിക്കുന്നില്ല. അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, അതിന് പ്രായോഗികമായ തടസ്സങ്ങളുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അവസ്ഥ തന്നെ ഇതാണ്. ഇപ്പോൾ ഒരു കറപ്ഷൻ കേസ് വളരെ കത്തി നിൽക്കുമ്പം ഒരുപാട് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാകുന്നു, അതിൻ്റെ പുറകെ DGP അടക്കം പോകുമായിരിക്കാം. പക്ഷേ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് എന്ന നിലയ്ക്ക് ഡിപ്പാർട്ട്മെൻറ്റ് സംരക്ഷിക്കുക എന്നുള്ളതാണ് പൊതുജനത്തിൻ്റെ ആവശ്യം. ഒരു ഡിപ്പാർട്ട്മെൻറ്റ് എന്ന നിലയ്ക്ക് വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റ് വളരെ മോശം തന്നെയാണ്. നമ്മൾ അതിൻ്റെ ഒരു സിസ്റ്റമിക് ആയിട്ടുള്ള അതിൻ്റെ സമഗ്രമായ ഒരു അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ക്രിയാത്മക
വിജിലൻസ് എന്ന ഒരു പുതിയ ആശയമാണ്. അതിലൊരു പക്ഷേ താങ്കൾ ഈ പറഞ്ഞ പ്രശ്നവും ഒപ്പം നേരത്തെ റഹീം ചൂണ്ടിക്കാട്ടിയ വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ നിന്നും അതിലൊരു ഭാഗത്തെ പൂർണ്ണമായി മാറ്റി നിർത്തിയിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട പ്രശ്നവും അക്കാര്യത്തിൽ ഉണ്ടാകും. ഒരു പക്ഷേ അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിൽ ആ തരത്തിലുള്ള ഇടപെടൽ പ്രതീക്ഷിക്കുകയും ചെയ്യാം. ഞാൻ വരാം. ശ്രീ പഴകുളം മധു, ഇവിടെ അരുൺ സൂചിപ്പിച്ച ഒരു പ്രധാന പ്രശ്നമുണ്ടല്ലോ. ഈ ഗവൺമെൻറ്റിന് ഒരു മാൻഡേറ്റ് ഉണ്ട്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തെ അഴിമതി ആരോപണങ്ങൾ അടക്കം ചൂണ്ടിക്കാട്ടിയാണ് ഇടതുമുന്നണി തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അതിനുള്ള അംഗീകാരം കൂടിയായിരുന്നു തെരഞ്ഞെടുപ്പിലെ വിജയം. 90 സീറ്റിലധികം നേടി ഇടതുമുന്നണി അധികാരത്തിലേക്ക് വരുന്നത്. സ്വാഭാവികമായും ആ ആരോപണങ്ങൾ സംബന്ധിച്ച് ഈ ഗവൺമെൻറ് എന്ത് ചെയ്തു എന്ന് ജനങ്ങളോട് പറയാനുള്ള ബാധ്യത സർക്കാരിനുണ്ട്, മുഖ്യമന്ത്രിക്കുണ്ട്. വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് അദ്ദേഹം കൂടിയാണല്ലോ. അതുകൊണ്ട് തന്നെ പുതിയ വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസിനെ ആ ചുമതലയിൽ വയ്ക്കുമ്പോൾ സർക്കാർ ഉദ്ദേശിക്കുന്നത് ഈ ഗവൺമെൻറ്റിനെതിരെ, കഴിഞ്ഞ ഗവൺമെൻറ്റിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ പരിശോധിച്ച് നടപടിയെടുക്കണം, അക്കാര്യത്തിൽ തുടർ നടപടികൾ വേണം എന്നത് തന്നെയാണ്. അതിൽ ഒരു ആശങ്കയും വേണ്ട, അത്തരത്തിലുള്ള അന്വേഷണം ഉണ്ടാകും. ഈ വിഷയത്തിൽ അടക്കം, ബാർ കോഴ കേസിൽ അടക്കം തുടർ നടപടികൾ ഉണ്ടാകും. അത് നിങ്ങൾ കരുതിയിരിക്കണം, അത് പ്രതീക്ഷിക്കുകയും വേണം. ഞങ്ങൾ എന്തിനാണ് കരുതിയിരിക്കുന്നത്? ഞങ്ങൾ കരുതിയിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ആർക്കെങ്കിലും ഭയക്കാനുണ്ടെങ്കിൽ, ആർക്കെങ്കിലും മടിയിൽ കനവുള്ളവരുണ്ടെങ്കിൽ അവർ ഭയക്കട്ടെ. ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കാലത്ത് കുറേയേറെ ആരോപണങ്ങൾ ഉന്നയിച്ച ഇടതുപക്ഷ മുന്നണിക്കും CPM-നും ആ ആരോപണങ്ങളെല്ലാം ശരിയാണെന്ന് തെളിയിക്കാനുള്ള അവസരമാണ് കൈവന്നിരിക്കുന്നത്. അവരന്വേഷിക്കട്ടെ. എല്ലാ അധികാരവും ബഹുമാനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ കയ്യിലുണ്ട്. പോലീസുണ്ട്, വിജിലൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. അദ്ദേഹം അന്വേഷിക്കട്ടെ. ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഒരു കാര്യം ഇവിടെ ശ്രീ റഹീം പറഞ്ഞ കാര്യം വസ്തുതാപരമല്ലാത്തൊരു കാര്യമുള്ളതുകൊണ്ട് ഞാൻ മറുപടി പറയണം. ശ്രീ ജേക്കബ് തോമസിനെ ADGP സ്ഥാനത്ത് നിന്ന് DGP ആയി പ്രൊമോട്ട് ചെയ്തത് ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റാണ്. അന്ന് അദ്ദേഹം DGP ആയി സ്ഥാനക്കയറ്റം ലഭിക്കുമ്പോൾ അദ്ദേഹത്തിന് യുക്തമായ ഒരു പദവി നൽകുകയുണ്ടായി. അദ്ദേഹത്തെ എന്തുകൊണ്ടാണ് വിജിലൻസിൻ്റെ DGP ആക്കിയിട്ടില്ല എന്നിട്ടാണ് അദ്ദേഹം ചോദിച്ചത്. അന്ന് വിജിലൻസിൻ്റെ DGP സ്ഥാനത്തുണ്ടായിരുന്നത് ശ്രീ വിൻസെൻ്റ് M. പോളാണ്. അദ്ദേഹത്തെ പോലെ നീതിപൂർവം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനെ മാറ്റിയിട്ട് ജേക്കബ് തോമസിനെ ആ സ്ഥാനത്ത് വെക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല. അതേ അവസരത്തിൽ വിജിലൻസ് ഡയറക്ടറായി നിയമിച്ചത് ശ്രീ ശങ്കർ റെഡ്ഡിയാണ്. ശങ്കർ റെഡ്ഡിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഇന്ന് വരെ ആരും അദ്ദേഹം ഏറ്റെടുത്തിട്ടുള്ള ഒരു കാര്യത്തിലും അനീതിയോ അഴിമതിയോ ക്രമക്കേടോ ചെയ്തതായിട്ട് ആരോപണം പോലും ഉന്നയിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇത്ര സുതാര്യമായിട്ടാണ് ബഹുമാനായ അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല കാര്യങ്ങൾ തീരുമാനിച്ച് നടപ്പാക്കിയത്. അഴിമതി ആര് കാണിച്ചാലും അതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് രണ്ട് തർക്കമേ ഇല്ല. ആര് കാണിച്ചോ, കോൺഗ്രസ്സോ CPM-ഓ LDF-ഓ UDF-ഓ ആരഴിമതി കാണിച്ചാലും അവർ ശിക്ഷിക്കപ്പെടണം, നിയമത്തിന് മുൻപിൽ കൊണ്ടുവരണം എന്ന കാര്യത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ നിലപാടാണ് എനിക്കുള്ളത്. ഞങ്ങളുടെ പാർട്ടിക്കും ആ നിലപാടാണുള്ളത്. അഴിമതി ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. ഉദ്യോഗസ്ഥ തലത്തിലായിക്കൊള്ളട്ടെ, രാഷ്ട്രീയ തലത്തിലായിക്കൊള്ളട്ടെ, എവിടെയാണെങ്കിലും അഴിമതി ഉണ്ടാകാൻ പാടില്ല. അഴിമതിയെ തടയണം. പരിഗണന നൽകാതിരുന്നത് വിൻസെൻ്റ് M. പോളിനെ പോലെയുള്ള ഒരു ഉദ്യോഗസ്ഥന് കീഴിൽ അദ്ദേഹം ജോലി ചെയ്യണമായിരുന്നു. അതുകൊണ്ടാണ്. അതല്ലാതെ അഴിമതിക്കെതിരെ ജേക്കബ് തോമസ് നടത്തുന്ന പോരാട്ടങ്ങളോട് മുഖം തിരിഞ്ഞ് നിന്നതല്ല UDF ഗവൺമെന്റ്. ജേക്കബ് തോമസ് മാത്രമാണ് ഈ ലോകത്ത് യുദ്ധം ചെയ്യുന്നുള്ള ചിന്ത ഞാൻ കാർക്കില്ല. അല്ല, എന്നോട് ചോദിച്ചു. ജേക്കബ് തോമസിനെ അർഹമായ സ്ഥാനം അദ്ദേഹത്തെ DGP ആക്കണം. ഞാൻ പറഞ്ഞു നിർത്താം. അദ്ദേഹത്തെ DGP ആക്കണമായിരുന്നെങ്കിൽ വിൻസെന്റ് തോമസിനെ മാറ്റണമായിരുന്നു, വിൻസെന്റ് പോളിനെ മാറ്റണമായിരുന്നു. അങ്ങനെ മാറ്റിയിട്ട് വെക്കേണ്ട സാഹചര്യം ഒന്നില്ല. ജേക്കബ് തോമസ് മാത്രമല്ല ഈ രാജ്യത്ത് അഴിമതിക്കെതിരായി പോരാടുന്ന ആൾ എന്നുള്ള ഇതാണ് ഞങ്ങൾക്കുള്ളത്. അദ്ദേഹം നല്ല കാര്യം ചെയ്യാൻ ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യും. അദ്ദേഹത്തിന് ആദ്യമായി കുറേ കാലത്തിന് ശേഷം യൂണിഫോം കൊടുത്തത് UDF ഗവൺമെന്റ് ആണ്. ഇനി റഹീം പറയട്ടെ, ഞാൻ കേൾക്കാം. എനിക്കിവിടെ മറുപടി പറയാൻ അവസരം തരണമെന്നേ ഉള്ളൂ. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം വേറൊന്നുമല്ല. ശ്രീ പഴകുളം അത് പറയുന്നത് ഈ അരിയാഹാരം കഴിക്കുന്ന ഒരു മലയാളി പോലും വിശ്വസിക്കില്ല. അതോടെ നിൽക്കട്ടെ. താങ്കൾ പറയുന്നിടത്ത് ഞാനും സമ്മതിക്കാം, ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ളതല്ല. പക്ഷേ ഏത് നല്ല ഉദ്യോഗസ്ഥനും പാഴായിപ്പോയ ഭരണമായിരുന്നു നിങ്ങളുടെ ഭരണം. നിങ്ങൾ പറ, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുപോലെ കൈക്കൂലി ആരോപണം സിവിൽ സർവീസിലെ ഉന്നതർ നേരിട്ട ഒരു കാലഘട്ടമുണ്ടോ? ഏത് ഉദ്യോഗസ്ഥരെ നിങ്ങൾ വിട്ടിട്ടുണ്ടോ? നിങ്ങൾ ഒന്നുകിൽ പ്രലോഭിപ്പിക്കും,
ഇല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തും. പിടിച്ചോ, അവരെല്ലാം പിടിച്ചോ. താങ്കൾ പറഞ്ഞപ്പോൾ ഞാൻ ഉണ്ടായിരുന്നില്ലേ? താങ്കൾ എന്നെ ഒന്ന് കേൾക്കൂ, താങ്കൾ എന്നെ ഒന്ന് കേൾക്കൂ. അല്ലല്ല, താങ്കൾ എന്നെ ഒന്ന് കേൾക്കൂ. ഞങ്ങൾ പിടിക്കും പിടിക്കാതിരിക്കുന്നതിന് നിങ്ങളുടെ പ്രത്യേക മമതയോ സ്നേഹമോ താല്പര്യമോ ഒന്നും പ്രസക്തമല്ല. ജനങ്ങൾ ഞങ്ങൾക്ക് അതിനുള്ള മാൻഡേറ്റ് തന്നിട്ടുണ്ട്. ഞങ്ങൾ പറയുന്നത് എന്താ, കഴിഞ്ഞ കാലത്തെ ഏതെങ്കിലും ഒരു ആരോപണത്തെക്കുറിച്ച് അന്വേഷിക്കുന്നത് മാത്രമല്ല, ഇവിടെ നേരത്തെ ശ്രീ ആം ആദ്മിയുടെ പ്രതിനിധി ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചതുപോലെ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ദുരന്തമുണ്ട്. അഴിമതി കേസുകളിൽ വലിയ ലാഗിംഗ് ഉണ്ട്. അഴിമതി കേസുകൾ കൃത്യമായി അന്വേഷിക്കുന്നതിന് രാഷ്ട്രീയ ഇടപെടലുകൾ തടസ്സമായി വരാറുണ്ട്. ഇതെല്ലാം ഒരു പബ്ലിക് പ്രശ്നമാണ്, ഒരു നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഇപ്പോഴും നിലനിൽക്കുന്ന ദൗർബല്യമാണ്. അത് മുറിച്ചു കടന്ന് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. എന്തിനാണ് രാഷ്ട്രീയ ഇടപെടൽ, രാഷ്ട്രീയ നിയന്ത്രണം? CBIയെ പോലും കൂട്ടിലടച്ച തത്തയെന്ന് സുപ്രീം കോടതിക്ക് പറയേണ്ടി വന്നു. വിജിലൻസിനെ സംബന്ധിച്ചും അതുപോലെ തന്നെയുള്ള പരാമർശങ്ങൾക്ക് കേരളത്തിലെ വിവിധ കോടതികൾ നിങ്ങളുടെ കാലഘട്ടത്തിൽ നടത്തേണ്ടി വന്നു. കോടതികൾക്ക് ഇടപെടേണ്ടി വന്നു. ഇവിടെ നേരത്തെ ശ്രീ സജിയെല്ലാം പറഞ്ഞല്ലോ, ഒരുപാട് അന്വേഷിച്ചു ശ്രീ KM മാണിക്കെതിരായ കേസെന്നെല്ലാം. കോടതി തന്നെ വിധി എഴുതിയ കേസുകളാണത്. KM മാണി കൈക്കൂലി വാങ്ങിയെന്ന് തിരുവനന്തപുരത്തെ ശ്രീ പഴകുളം മധു ഇത് ജനാധിപത്യപരമല്ല. അല്ലല്ല ശ്രീ പഴകുളം മധു ഇത് ജനാധിപത്യപരമല്ല. ഞാൻ നിശബ്ദത തുടരുന്നത് എന്റെ ദൗർബല്യമായി കരുതുകയും ചെയ്തത്. ഇത് കണ്ടിരിക്കുന്ന ജനങ്ങളുടെ മുൻപിൽ മാന്യത പുലർത്തുകയാണ് എനിക്കും നിങ്ങൾക്കും ഈ മാധ്യമ പ്രവർത്തനത്തിനും എല്ലാം നല്ലത് എന്ന് കരുതണം. അതുകൊണ്ട് ദയവേത് താങ്കൾ കേൾക്കൂ. താങ്കൾ പറഞ്ഞപ്പോൾ ഞാൻ കേട്ടിരുന്നല്ലോ, KM മാണി കൈക്കൂലി വാങ്ങിയതിന് തെളിവുണ്ട് എന്ന് സുകേശൻ കൊടുത്ത റിപ്പോർട്ട് അംഗീകരിക്കുകയും അത് സംബന്ധിച്ച് തുടരന്വേഷണം നടത്തുകയും ചെയ്യണമെന്ന് വെർബലി പറയുകയല്ല, എഴുതി തയ്യാറാക്കിയ തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ റിപ്പോർട്ട് ഈ മാധ്യമത്തിൽ ഉൾപ്പെടെ നിങ്ങളുടെ പ്രതിനിധികളും ഞങ്ങളുടെ പ്രതിനിധികളും ഒക്കെ നിരവധി തവണ ചർച്ച ചെയ്തു. ആ റിപ്പോർട്ടിൻ്റെ പൂർണ്ണ രൂപം മലയാള മനോരമ പത്രത്തിലൂടെ ജനങ്ങളാകെ വായിച്ചതുമാണ്. ഓരോ ആശയക്കുഴപ്പത്തിനും അതൊരു കാര്യമില്ല. കോടതി തന്നെ ഇടപെടേണ്ടി വന്നു. ഈ കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് അഴിമതി കാര്യത്തിൽ നിങ്ങൾക്ക് ശാസന മുൻസിഫ് കോടതി മുതൽ കേരളത്തിൻ്റെ ഹൈക്കോടതി വരെ നേരിടേണ്ടി വന്നില്ലേ? എത്രയോ തവണയാണ് ഇടപെട്ടത് കോടതികൾ. അപ്പോൾ ഇവിടെ ഞാൻ പറയുന്ന ഒരു പൊളിറ്റിക്കലല്ല, ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ആയിട്ട് ഞങ്ങളുടെ പ്രകടന പത്രികയിൽ മുന്നോട്ട് വെച്ചു അഴിമതിക്കെതിരായ സമരം. അതേ ഇപ്പോൾ നിങ്ങളുടെ ടാഗിൽ പോകുന്ന കാര്യം എന്താ, നിങ്ങളുടെ സ്ട്രോളിൽ പോകുന്ന കാര്യം എന്താ? തിരുവനന്തപുരത്തെ സഖാവ് പിണറായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗമാണ്. അദ്ദേഹം പറയുന്നു, അഴിമതിക്ക് വേണ്ടി മറ്റു പല മാർഗങ്ങളും പലരും കാണുന്നുണ്ട്. അഴിമതി അവസാനിപ്പിക്കുകയാണ് ഈ സർക്കാരിൻ്റെ മുഖ്യ കടമ. അതേ പ്രധാനപ്പെട്ട വാർത്തയായി റിപ്പോർട്ടർ TV ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇത് ഗവൺമെൻറ്റിൻ്റെ പ്രഖ്യാപിത അജണ്ടയാണെന്നേ. നമുക്ക് പൊതുവായി നിൽക്കാം. കോൺഗ്രസിന് ഇതിനകത്ത് ആത്മാർത്ഥമുണ്ടെങ്കിൽ നിങ്ങൾ പറ, അഴിമതിയുടെ കാര്യത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോകുന്നു, വിജിലൻസിന് സ്വതന്ത്ര പദവി കൊടുക്കുന്നു, ഒരു രാഷ്ട്രീയ ഇടപെടലും ഇനി വിജിലൻസിന് പ്രസക്തി ഉണ്ടാകാൻ പോകുന്നില്ല, വരും ദിവസങ്ങളിൽ ആ വിപ്ലവകരമായ തീരുമാനത്തിലേക്ക് കേരളം നീങ്ങാൻ പോകുന്നു. നിങ്ങൾ അതിനോട് നിങ്ങളുടെ നിലപാട് പറ. അതിൽ ഒരു ജനാധിപത്യ പ്രസ്ഥാനം മുതൽ നിങ്ങൾ നിലപാട് പറയണം. ഇവിടെ ഞങ്ങൾക്ക് KM മാണിയെന്നോ K ബാബു എന്നോ എന്നതല്ല പ്രശ്നം, പുറത്ത് വന്നതും പുറത്ത് വരാത്തതുമായ അഴിമതികൾ. ഓരോ അഴിമതിയും നേരത്തെ ഇവിടെ പരാമർശിക്കപ്പെട്ടതുപോലെ ജനങ്ങളുടെ പണവുമായി ജനങ്ങളുടെ താല്പര്യവുമായി ബന്ധപ്പെട്ടതാണ്. ആ സ്റ്റേറ്റിൻ്റെ താല്പര്യം ഞങ്ങൾ കാത്തു സൂക്ഷിക്കും. ഒടുവിലത്തെ കടമ്പെട്ട് മന്ത്രിസഭയിലൂടെ മാത്രം 8 തീരുമാനങ്ങളിലൂടെ മാത്രം 2544 ഏക്കർ ഭൂമിയാണ് കൈമാറ്റം ചെയ്യപ്പെട്ടതായും അത് സംബന്ധിച്ച് അഴിമതി ഉണ്ടായതും ആരോപണം ഉയർന്നു വന്നത്. ഇനി ആരോപണം ഉയർന്നു വരാത്ത ആ മന്ത്രിസഭയിലെ ആ ബണ്ടിൽ ഓഫ് ഡിസിഷൻസിനെ കുറിച്ച് ഇനിയും ഓരോ കാര്യങ്ങൾ നമ്മൾ ചകഞ്ഞു പോകാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് മാത്രമല്ല, ഇതിന് പുറമെ ഈ കഴിഞ്ഞ രാഷ്ട്രീയ അധികാരത്തിൻ്റെ മറവിൽ നടന്ന അഴിമതി മാത്രമല്ല, അല്ലാതെയുള്ള എത്രയോ അഴിമതി കേസുകൾ. അപ്പോൾ അഴിമതി എന്നതൊരു വിപത്താണ്. ആ വിപത്തിനെതിരായ ഒരു സമരം ഒരു ജനകീയ പ്രക്ഷോഭമാണ്. അതിൽ ജനാധിപത്യപരമായ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ കടമയാണ് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത്. അതിന് ജേക്കബ് തോമസിനെ പോലൊരു ഉദ്യോഗസ്ഥനെ ഞങ്ങൾ അധികാരമേൽപ്പിക്കുന്നു. ആയുഷ്കാലം അദ്ദേഹം അവിടെ ഇരിക്കില്ല. അദ്ദേഹത്തിന്റെ മറ്റു തട്ടകങ്ങളിലേക്ക് പോകേണ്ട സമയമാകുമ്പോഴും നടക്കേണ്ടത് അതൊരു പൊതു നിലപാടിന്റെ ഭാഗം കൂടിയാണ്. ആ നിലയ്ക്ക് ആ വിഷയത്തെ നമുക്ക് കാണാനും കഴിയുകയുള്ളൂ. അതിലൊരു പ്രതീകം എന്ന നിലയിൽ വേണമെങ്കിൽ നമുക്ക് ജേക്കബ് തോമസിനെ പറയാം. ശ്രീ മധു, ഇവിടെ ഉന്നയിക്കപ്പെട്ട പ്രധാന പ്രശ്നം വിജിലൻസിന് ഒരു സ്വതന്ത്ര പദവി നൽകണമെന്ന് നമ്മളാരുമല്ല പറഞ്ഞത്, ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയാണ് പറഞ്ഞത്. അന്ന് കേരള ഹൈക്കോടതി പറഞ്ഞപ്പോൾ അത് നൽകാം, അത് പരിഗണിക്കാമെന്നും തലയാട്ടിയ അന്നത്തെ അഡ്വക്കേറ്റ് ജനറൽ KP ദണ്ഡപാണി 3-ാം ദിവസം രാവിലെ അപ്പീൽ നൽകുകയാണ് ചെയ്തത്. ആ ദിവസം അതിനെ സ്വാഗതം ചെയ്ത് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല 3-ാം ദിവസം അതിനെ എതിർത്ത് സംസാരിക്കേണ്ടി വന്നു. വിജിലൻസിന് ഒരു സ്വതന്ത്ര പദവി നൽകാൻ നയപരമായൊരു തീരുമാനമെടുക്കാൻ, അതിൽ രാഷ്ട്രീയമില്ലല്ലോ, എല്ലാവർക്കും കൂടി സ്വീകാര്യമായൊരു തീരുമാനമെടുക്കാൻ ഒരാലോചന പോലും നടത്താതെ ആ നിർദ്ദേശത്തെ പാടെ അവഗണിക്കുകയും ആ ഉത്തരവിനെതിരെ അപ്പീൽ നൽകുകയുമാണ് സംസ്ഥാന സർക്കാർ ചെയ്തത്. അതിന് ഹൈക്കോടതിയിൽ നിന്ന് പഴി കേൾക്കുകയും ചെയ്തു. അന്ന് UDF സർക്കാരിൻ്റെ അഴിമതി വിരുദ്ധ നിലപാടുകളെയൊക്കെ സംശയത്തോടെ പൊതുസമൂഹം കാണുന്നത് ഇത്തരം സാഹചര്യങ്ങൾ കൂടി കണക്കിലെടുത്താണ്.
ആയിക്കോട്ടെ, ഞങ്ങളുടെ പല നിലപാടുകളെയും സംശയത്തോടെ കണ്ട ജനങ്ങളാണല്ലോ ഐക്യജനാധിപത്യ മുന്നണി പുറത്തിരിക്കാൻ ജനങ്ങൾ ആവശ്യപ്പെട്ടത്. ഞങ്ങൾ പുറത്തിരിക്കുകയാണ്. ഈ റഹീം പറയുന്ന കേട്ടാൽ എനിക്ക് ഇതിനോടുള്ള എന്തോ എതിർപ്പുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ജേക്കബ് തോമസിനെ വെച്ചതിന് ഞാൻ വെൽക്കം ചെയ്യുകയാണ്, നല്ല കാര്യമാണ്. ഞാൻ സ്വാഗതം ചെയ്യുമ്പോൾ റഹീം എന്തിനാണ് ഇത്ര രോഷം കൊള്ളുന്നത് എനിക്ക് മനസ്സിലാകാത്തത്. ഞങ്ങളതിനെ സ്വാഗതം ചെയ്യുകയാണല്ലോ. അദ്ദേഹത്തെ അവിടെ ഇരിക്കട്ടെ, DGP ആക്കാൻ കഴിയുമെങ്കിൽ അതാക്കാം, അത് നല്ലതാണ്. ഞങ്ങൾക്ക് ആർക്കും അതിനെപ്പറ്റി യാതൊരു എതിർപ്പുമില്ല. അല്ല ശ്രീ മധു, അതിലൊരു സംശയം ഞാൻ ചോദിച്ചോളട്ടെ. നിങ്ങൾക്ക് ജേക്കബ് തോമസിനോട് അത്ര വലിയ സ്നേഹം ഉണ്ടായിരുന്നുവെങ്കിൽ എന്തിനാണ് ആ 15-20 ദിവസത്തിനുള്ളിൽ നിങ്ങൾ 3 വകുപ്പിലേക്ക് അദ്ദേഹത്തെ മാറ്റിയത്? വിജിലൻസിൽ നിന്ന് മാറ്റി, ഫയർഫോഴ്സിൽ മാറ്റി, അതിനുശേഷം ഹൗസിംഗ് കൺസ്ട്രക്ഷനിലേക്ക് മാറ്റി. എന്തിനാണ് ഈ നല്ല ഉദ്യോഗസ്ഥനെന്ന് താങ്കളൊക്കെ പറയുന്ന ഈ ഉദ്യോഗസ്ഥനെ 3 തവണ മാറ്റി? ഈ 3 മേഖലകളിലും അദ്ദേഹത്തിന്റെ സേവനം ഒരുപോലെ പ്രയോജനപ്പെടുത്താനായിരുന്നു. ശ്രീ ജേക്കബ് തോമസിന് ആദ്യം ഞാൻ പറഞ്ഞല്ലോ, കുറേ കാലത്തിന് ശേഷം യൂണിഫോം കൊടുത്ത ഗവൺമെൻറ് ഞങ്ങളുടെ ഗവൺമെൻറ്റാണ്. അദ്ദേഹത്തെ അങ്ങനെയൊന്നും ആരും തട്ടിക്കളിച്ചിട്ടില്ല. അദ്ദേഹത്തിന് ഉന്നതമായ ചുമതലകളാണ് കൊടുത്തിട്ടുള്ളത്. അദ്ദേഹം DGP ആയി സ്ഥാനക്കയറ്റം ലഭിച്ചപ്പോൾ വിൻസനും പോളിനെ മാറ്റിയിട്ട് വേണമായിരുന്നു അദ്ദേഹത്തിൻ്റെ വിജിലൻസിൻ്റെ DGP ആക്കാൻ. അതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം വിൻസനും പോളും ഇതുപോലെ കേരളം പരക്കെ അംഗീകരിക്കുന്ന ഒരു ഓഫീസറാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ ആ സ്ഥാനത്ത് വെക്കേണ്ടിയിരുന്നില്ല. മറ്റേതിന് വേറെ സ്ഥാനം കൊടുത്തു. DGP സ്ഥാനം തന്നെ അദ്ദേഹത്തിന് പ്രൊമോട്ട് ചെയ്ത് കൊടുത്ത് അദ്ദേഹത്തെ ഇരുത്തിയാണ് ഉണ്ടായത്. അല്ലാതെ കോടതിയോ ആരും UDF ഗവൺമെൻറ് കാലത്ത് ശ്രീ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി ആയിരിക്കുന്ന ഈ അടുത്ത സമയത്തെ കാര്യമാണ് താങ്കൾ പറയുന്നത്. അന്നൊന്നും ഇത്തരം ആരോപണങ്ങളൊന്നും വിജിലൻസിനെതിരായി ഉണ്ടായിട്ടില്ല. പിന്നെ അദ്ദേഹത്തിന് ആഗ്രഹമുള്ള പോസ്റ്റ് ചിലപ്പോൾ കിട്ടിയില്ലെന്ന് വരും. എല്ലാ കാലത്തും ഇപ്പോൾ ഇടതുപക്ഷ മുന്നണിയും ഇപ്പോൾ ഇറങ്ങിയും പറഞ്ഞ പോലെ എന്നും അദ്ദേഹത്തെ വിജിലൻസ് ഡയറക്ടറായി എഴുതാൻ കഴിയുമോ? ചിലപ്പോൾ മാറും ഗവൺമെൻറ് പോളിസി. ഇപ്പോൾ തന്നെ DGPയെ മാറ്റി. ഗവൺമെൻറ് അധികാരമാണ്, മുഖ്യമന്ത്രിയുടെ അധികാരമാണ്. അദ്ദേഹം മാറ്റി, ഞങ്ങളത് എതിർത്തില്ലല്ലോ. DGPയെ മാറ്റാനുള്ള അധികാരം ഗവൺമെൻറ്റിനുണ്ട്. DGPനെ അതിനെ എതിർത്തിരിക്കുന്നു. പ്രൊസീജിയറൽ ഫോർമാലിറ്റിയിൽ വന്ന പിഴവുകൾ, റൂൾസിൽ ഉണ്ടായിട്ടുള്ള പിഴവുകൾ അതൊക്കെ ചൂണ്ടിക്കാട്ടി DGP കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ അതിനെയും വിമർശിക്കാൻ പോകുന്നില്ല. ഇത് ഗവൺമെൻറ്റിൻ്റെ പ്രൊറഗേറ്റീവാണ്. ഗവൺമെൻറ് തീരുമാനിക്കട്ടെ ഏത് ഉദ്യോഗസ്ഥൻ എവിടെ ഇരിക്കണമെന്ന്. അപ്പോൾ അതുകൊണ്ട് ജേക്കബ് തോമസ് നല്ല ഉദ്യോഗസ്ഥനാണെങ്കിൽ, അതുകൊണ്ടാണ് അദ്ദേഹത്തെ വിജിലൻസ് ഡയറക്ടർ ആക്കിയിട്ടുള്ളതെങ്കിൽ അത് നല്ല കാര്യം തന്നെയാണ്. അദ്ദേഹം ആ സ്ഥാനത്തിരുന്നു കൊണ്ട് ആത്മാർത്ഥമായി പ്രവർത്തിക്കട്ടെ. ഇടതുപക്ഷ മുന്നണി ഇപ്പോൾ റഹീം പറഞ്ഞ കാര്യങ്ങളെല്ലാം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എത്രയോ പ്രസംഗിച്ചതാണ്. ആ പ്രസംഗം ഇനി ഇവിടെ ആവർത്തിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ പ്രവർത്തിച്ചു കാണിക്കൂ. നിങ്ങൾ DGP ആയിട്ട് ഒരാളെ വെച്ചിരിക്കുന്നു, നല്ല കാര്യം. നിങ്ങളുടെ വിജിലൻസ് ഡയറക്ടറായിട്ടോ മറ്റൊരാളെ വെച്ചിരിക്കുന്നു, നല്ല കാര്യം. പ്രവർത്തിക്കട്ടെ. നിങ്ങളുടെ ആത്മാർത്ഥത നിങ്ങൾ തെളിയിക്കണം. കഴിഞ്ഞ ഇടതുപക്ഷ മുന്നണിയുടെ പ്രതിപക്ഷ സ്ഥാനത്തിരുന്നുകൊണ്ട് നടത്തിയ ആക്രോശങ്ങൾ, ആരോപണങ്ങൾ, അഴിമതി കേസുകൾ മുൻസിഫ് കോടതി മുതൽ സുപ്രീം കോടതി വരെ പോയി എല്ലാവരെയും ലിറ്റിഗേഷനിൽ പെടുത്താനും ഗവൺമെൻറ്റിനെതിരായി അഴിമതി ആരോപണങ്ങളുടെ പുകമറ ഉണ്ടാക്കാൻ നിങ്ങൾ നടത്തിയ പരിശ്രമങ്ങൾ ശരിയാണെന്ന് തെളിയിക്കാനുള്ള അവസരമാണ്, മാൻഡേറ്റാണ് LDF ലഭിച്ചിട്ടുള്ളത്. ഒരു കാര്യം, ഈ ക്രിയാത്മക വിജിലൻസ് എന്നാണ് ജേക്കബ് തോമസ് പുതിയ സംരംഭത്തെ വിശേഷിപ്പിച്ചത്. എത്രത്തോളം ഏത് നിലയിലായിരിക്കും അതിന്റെ വ്യാപ്തി എന്താണെന്ന് നമുക്കറിയില്ല. അദ്ദേഹം നേരത്തെ ആവിഷ്കരിച്ച വിജിലൻസ് കേരള പദ്ധതി അതേതാണ്ട് അത് ഇല്ലാതാവുകയും ചെയ്തു. അത് ചത്ത കുഞ്ഞാണ് എന്നാണ് അദ്ദേഹം അതിനെപ്പറ്റി പറഞ്ഞത്. ഈ ക്രിയാത്മക വിജിലൻസ് കേരളത്തിലെ ഇപ്പോൾ രാഷ്ട്രീയ നേതൃത്വത്തിലെ അഴിമതിയെപ്പറ്റി അതിനെപ്പറ്റി മാത്രം സംസാരിക്കുന്നു. ദൈനംദിന ജീവിതത്തിൽ നമ്മളൊക്കെ അനുഭവിക്കുന്ന സർക്കാർ ഓഫീസുകളിലെ പ്രശ്നങ്ങൾ തൊട്ട് ഉള്ള എല്ലാ വിഷയങ്ങളിലും ഉള്ള അഴിമതികളൊക്കെ അഡ്രസ്സ് ചെയ്യാൻ പര്യാപ്തമായ നിലയിലേക്ക് ആ പദ്ധതിയെ ജനകീയ പ്രസ്ഥാനമായി വളർത്തിക്കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിയുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇവിടെ 2 കാര്യങ്ങളാണ് അതിന് വേണ്ടി വരിക. ഒന്ന്, ഇപ്പോഴത്തെ അവസരത്തിൽ ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്ട്രെങ്തും മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസും എല്ലാം നോക്കുകയാണെങ്കിൽ അത്ര എഫിഷ്യൻ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന സാഹചര്യമല്ല. അപ്പോൾ മുഖ്യമന്ത്രി വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റിന് അതേപോലെ പിന്തുണ കൊടുക്കുകയാണ്, ഒരുപാട് ഫണ്ട് കൊടുക്കുകയാണ്. അങ്ങനെയൊക്കെയുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ ജേക്കബ് തോമസിന് അദ്ദേഹത്തിൻ്റെ വിഷൻ നല്ല രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അപ്പോഴും അദ്ദേഹം ഇപ്പോൾ ഇന്ന് വളരെ പരിമിതമായ രീതിയിൽ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ആ വിഷനെ പറ്റി പറഞ്ഞിട്ടുള്ളത്. നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ ഇതൊരു കാലാകാലങ്ങളായി ഉണ്ടായിക്കൊണ്ടിരുന്ന ഒരു സിസ്റ്റത്തിൻ്റെ തുടർച്ചയാണ് ഇപ്പോഴും നടക്കുന്നത്. അപ്പോൾ ആ സിസ്റ്റത്തെ പാടെ മാറ്റിമറിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. മാറ്റിമറിക്കാൻ പറ്റും, മാറ്റിമറിക്കുക തന്നെ വേണം. അങ്ങനെയുള്ള നല്ല മാൻഡേറ്റാണ് ഈ ഗവൺമെൻറ്റിന് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഈ ഇപ്പോഴത്തെ ഒരു സെറ്റപ്പിൽ ആ രീതിയിൽ എത്രത്തോളം അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്ക് എതിരെയുള്ള കറപ്ഷൻ കേസസാണ് ഈ സാധാരണ ട്രാപ്പ് കേസുകളായിട്ട് സാധാരണ വരുന്നത്, ഈ ഫിനോപ്റ്റലിൻ പൊടിയിട്ട് പിടിപ്പിക്കുന്ന കേസുകൾ.
ഈ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെന്ന് പറയുന്നത് ഇവിടുത്തെ ഈ NGO യൂണിയനും NGO അസോസിയേഷൻ എന്ന് പറയുന്നത് പ്രതിപക്ഷ പാർട്ടിയുടെയും ഭരണപക്ഷ പാർട്ടിയുടെയും ഉദ്യോഗസ്ഥരാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇതിനു മുമ്പ് കഴിഞ്ഞ 20 വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ 5 വർഷം കഴിഞ്ഞ 10 വർഷം പിടിച്ചിട്ടുള്ള കേസുകളിൽ എത്ര എണ്ണം പ്രോസിക്യൂട്ട് ചെയ്തു, എത്ര എണ്ണത്തിന് ചാർജ് ഷീറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ ചാർജ് ഷീറ്റ് കൊടുത്ത കേസുകളിൽ തന്നെ ചാർജ് ഷീറ്റ് ഇപ്പോൾ എങ്ങനെ വേണമെങ്കിലും കൊടുക്കാമല്ലോ, എത്ര എണ്ണത്തിൽ കൺവിക്ഷൻ നടന്നിട്ടുണ്ട്, എത്ര എണ്ണം അപ്പീൽ പോയിട്ടുണ്ട്. ഈ ഡാറ്റ ഒരു മനുഷ്യക്കുഞ്ഞിന് അറിയത്തില്ല. ഒരു പ്രതിപക്ഷമോ ഇത് ചോദിക്കുന്നില്ല, ഒരു ഭരണപക്ഷം ചോദിക്കുന്നില്ല. മാധ്യമങ്ങൾ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ ഡാറ്റ കിട്ടിയിട്ടില്ല കഴിഞ്ഞ 2010 തൊട്ട് 15 വരെ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ജേക്കബ് തോമസ് വിജിലൻസിന്റെ ഒരു പ്രധാന വിഭാഗം ഈ വിവരാവകാശ നിയമത്തിന്റെ പരിധിക്ക് പുറത്താണ് എന്നാണ് സർക്കാർ നൽകുന്ന മറ്റൊരു വിശദീകരണം. അതും നിയമപരമായി കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടു. അത് തന്നെ. അപ്പോൾ ആം ആദ്മി പാർട്ടിയാണ് അതിനെ ആം ആദ്മി പാർട്ടിയും വേറെ 1-2 ആളുകളും ചേർന്നാണ് അതിനെ ചോദ്യം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഹൈക്കോടതി ഇപ്പം വിജിലൻസിൻ്റെ ഉത്തരവിനെതിരായിട്ടാണ് വിധിച്ചിരിക്കുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞിരുന്നത് ഇനി ഈ RTA ഇതിൻ്റെ പരിധിപ്പെടുത്തിയാൽ പോലും എത്രത്തോളം ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള, മന്ത്രിമാർ പോട്ടെ, ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള കേസുകളിൽ പോലും ജേക്കബ് തോമസിന് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിന് വളരെ ശക്തമായി മുന്നോട്ട് പോകാൻ പറ്റും. ഞാൻ വിശ്വസിക്കുന്നു ഈ ഒരു ഹണിമൂൺ പീരീഡും കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ സർക്കാരുകളെയും കാലത്ത് സംഭവിച്ച അതേ പ്രശ്നങ്ങൾ ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തും ആവർത്തിക്കും. കാരണം എന്ന് വെച്ചാൽ ഈ ഉദ്യോഗസ്ഥരെ പിണക്കിയിട്ടൊന്നും ഒരു ഭരണകൂടവും ഈ നിലവിലത്തെ കേരളത്തിലെ 2 മുന്നണികളും പിണക്കി മുന്നോട്ട് പോകാൻ അവർ ശ്രമിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത്രയും വർഷങ്ങളായിട്ടും ഇവിടെ പ്രോസിക്യൂട്ട് ചെയ്ത കേസുകളുടെ എണ്ണം വളരെ കുറവായിട്ട് നിൽക്കുന്നത്. ഇത് ഇപ്പോൾ തുടക്കമായ കാരണം ഇത് എല്ലാവരും ഇപ്പോൾ മുഖ്യമന്ത്രി അങ്ങനെ പറയുന്നു, ജേക്കബ് തോമസ് ഇങ്ങനെ പറയുന്നു. പക്ഷേ കാര്യത്തിലേക്ക് വരുമ്പം അവനവന് വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥനെ ഫിനോൾഫ്തലിൻ പൊടിയിട്ട് ജേക്കബ് തോമസെ പിടിച്ചാലും ഈ പറയുന്ന ആൾക്കാരെല്ലാം പൊടിതിട്ട് എഴുന്നേക്കും. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം തന്നെ വിദ്യാഭ്യാസ വകുപ്പിൽ 1 മണിക്കൂർ കൊണ്ട് പ്രൊമോഷൻ കൊടുത്ത കാര്യങ്ങളൊക്കെ ചർച്ചയായിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കറിയത്തില്ല. പക്ഷേ ഇതേപോലെ ഈ സർവീസ് സംഘടനകൾ സർക്കാരുമായിട്ട് വളരെ ഉയർന്നു പോകുന്നതാണ്. എല്ലാ വർഷവും ആരും ഒന്നും പ്രത്യേകിച്ച് പറയാതെ തന്നെ ഇവർക്കെല്ലാം ശമ്പളം കൂട്ടി കൊടുക്കുന്നതാണ് സർവീസ് സംഘടനകൾക്ക്. അപ്പോൾ അവരും ഗവൺമെൻറ്റും തമ്മിലുള്ള ബന്ധം വെച്ച് ഒട്ടുമിക്ക കേസുകളിലും പ്രോസിക്യൂഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇനി ശരിക്കും ഇതിൻ്റെ ഒരു എഫിഷ്യൻസി വരണമെന്നുണ്ടെങ്കിൽ ജേക്കബ് തോമസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിന് കേസെടുക്കാനല്ലേ സാധിക്കുള്ളൂ. പൗരന് നീതി ലഭിക്കണമല്ലോ. അതായത് നമ്മളൊരു ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ഒരു കാര്യം ചെയ്യാൻ വേണ്ടി, അപ്പം ഗവൺമെൻറ്റിന് സർവീസ് ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥൻ നമ്മളെ വൈകിപ്പിക്കുന്നു. അപ്പോഴാണല്ലോ സാധാരണ ഒരു പൗരൻ ഈ കൈക്കൂലിയുടെ അവസ്ഥയിലേക്ക് മാറുന്നത്. ഇവിടെ ഈ വിഷയം അതിൻ്റെ ഒരു സിസ്റ്റത്തിൽ തന്നെ അഡ്രസ്സ് ചെയ്യണമെങ്കിൽ സേവനം അവകാശമാക്കിക്കൊണ്ടുള്ള ഒരു നിയമമുണ്ട്. പക്ഷെ അത് എങ്ങും ആർക്കും അറിയത്തില്ല, അത് ആരും നടപ്പിലാക്കാറോ ഇല്ല, അതിൻ്റെ മേൽ ചോദ്യമോ അപ്പീലോ ഒന്നും വരാറില്ല. ആ നിയമം പൊളിച്ചെഴുതി വളരെ ശക്തമായ രീതിയിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്തെങ്കിൽ ഒരുപക്ഷെ വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റും ആ നിയമം കൂടെ ക്ലബ് ചെയ്ത് പോയാൽ പൗരന് കുറേ സ്വാതന്ത്ര്യം കിട്ടും, പൗരന് ഈ കറപ്ഷനിൽ നിന്ന് മാറാൻ പറ്റും. ഈ അവസ്ഥയിൽ എല്ലാ പൗരന്മാർക്കും ഉദ്യോഗസ്ഥൻ ഒരു ഫയല് അപ്രൂവ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ഈ പറഞ്ഞ കൈക്കൂലി കൊടുക്കുക തന്നെ വേണം. ഇത് പറയുമ്പോൾ തന്നെ ഈ KM മാണിയുടെ കേസിൻ്റെ വാദം ഹൈക്കോടതിയിൽ നടക്കുമ്പം ഇവിടെ കപിൽ സിബൽ പറയുന്നുണ്ടായിരുന്നു ഈ ഡിമാൻഡ് ഈ കേസിൽ ഒന്നും കാര്യമായിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ കുറച്ച് വാദങ്ങൾ പറഞ്ഞപ്പം കമാൽ പാഷ കപിൽ സിബലിനോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ഒരു ഉദ്യോഗസ്ഥൻ ഒന്നും മിണ്ടുന്നില്ല, ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു, ആ ആപ്ലിക്കേഷൻ പോലെ ഒരു നടപടി എടുക്കുന്നില്ല, എന്ന് വന്നാലും നാളെ വന്ന് പറയുന്നു, അവിടെ എങ്ങനെ ഡിമാൻഡ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും? അപ്പോൾ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആയിട്ടുള്ള ഈ ഡിമാൻഡും ആക്സെപ്റ്റൻസ് ഇങ്ങനെയുള്ള ഒരുപിടി നൂലാമാലകളുണ്ട് ഇതിൽ. അതാണ് പറഞ്ഞത്, പൗരൻ അവിടെയെല്ലാം കഷ്ടപ്പെടും. ഈ പൗരൻ ഈ കഷ്ടപ്പാടിൽ നിന്ന് മോചനം വേണമെങ്കിൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരിൽ നിന്നുള്ള സേവനം അത് പൗരൻ്റെ അവകാശമാക്കി മാറ്റുകയും ആ സർവീസ് കൊടുത്തില്ലെങ്കിൽ ഉദ്യോഗസ്ഥൻ്റെ ശമ്പളത്തിൽ നിന്ന് കാശ് പോകുന്നതും തരത്തിലുള്ള ഒരു നിയമം ഇവിടെ വന്നില്ലെങ്കിൽ ഇവിടെ തീർച്ചയായിട്ടും ഈ ജേക്കബ് തോമസിൻ്റെ ഇടപാട് കൊണ്ടൊന്നും ഒരു പൗരനും ഇവിടെ കൈക്കൂലി കൊടുക്കുന്ന കാര്യത്തിൽ നിന്ന് മോചനം ലഭിക്കാൻ പോകുന്നില്ല. ഞാൻ വരാം. ശ്രീ സജി, നിങ്ങളുടെ ഏറ്റവും വലിയ പരാതി ഇരട്ട നീതി എന്നതായിരുന്നു. KM മാണിക്കെതിരെ വിജിലൻസ് FIR രജിസ്റ്റർ ചെയ്തു. അതിനെക്കാട്ടിൽ ഗൗരവമുള്ള ആരോപണം ഉന്നയിക്കപ്പെട്ട K ബാബുവിനെതിരെ FIR ഇല്ല. തന്നെയുമല്ല, ക്വിക്ക് വെരിഫിക്കേഷൻ ദ്രുത പരിശോധനയിൽ തന്നെ ബാബുവിനെ കുറ്റവിമുക്തനാക്കുകയും ചെയ്തു. ഇവിടെ KM മാണിക്കെതിരെ ആദ്യം ഒരു ഘട്ടം അന്വേഷണം നടന്നു, FIR രജിസ്റ്റർ ചെയ്തു, അന്വേഷണം നടന്നു. കോടതി ആ റിപ്പോർട്ടിൽ കൂടുതൽ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടു. ആ അന്വേഷണ റിപ്പോർട്ടാണ് ഇപ്പോൾ വിജിലൻസ് കോടതിയുടെ മുൻപാകെ ഉള്ളത്. ഈ ഇരട്ട നീതി അടക്കമുള്ള പ്രശ്നങ്ങളിൽ വിജിലൻസിൽ നിന്ന് ആ നിലയ്ക്കുള്ള പരിഗണന KM മാണിക്ക് കിട്ടിയില്ല എന്ന ആക്ഷേപം ഈ ഘട്ടത്തിൽ നിങ്ങൾക്ക് ഉന്നയിക്കാൻ ഒരിക്കൽ കൂടി അവസരം ലഭിക്കില്ലേ? വിജിലൻസിന് പുതിയൊരു മേധാവി ഇപ്പോൾ വന്നിരിക്കുകയാണ്. കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് ഇരട്ട നീതി എന്ന വിഷയത്തെ സംബന്ധിച്ച് KM മാണി സാറിനെതിരെ അവിടെ FIR ഇട്ടു, അന്വേഷണം നടത്തി.
മാണി സാറെ ആക്ഷേപം വന്നപ്പോൾ ഞങ്ങൾ ആരും അന്വേഷിക്കേണ്ടത് അന്വേഷിച്ചോളാനാണ് പറഞ്ഞത്. മാണി സാറെ അന്വേഷിച്ചോളാനാണ് പറഞ്ഞത്. പിന്നെ ബാബുവിനെതിരെ ആക്ഷേപം വന്നപ്പോൾ അന്വേഷിച്ചപ്പോൾ FIR സാഹചര്യമില്ലെന്ന് അന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ കണ്ടെത്തി. അതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് തർക്കമൊന്നുമില്ല. പക്ഷേ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഈ ബഹുമാനപ്പെട്ട ജേക്കബ് തോമസിന്റെ അടുത്ത് വലിയ കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ റഹീം സൂചിപ്പിക്കുകയുണ്ടായി. വലിയ അഴിമതിക്കെതിരെ അവരെ CPM വലിയ പ്രസംഗം നടത്തിക്കൊണ്ടായി. ഇവർ പറയുന്നത് UDF മാത്രമാണ് അഴിമതിക്കാർ, UDFിന്റെ കാലഘട്ടത്തിൽ മാത്രമേ അഴിമതി നടന്നിട്ടുള്ളൂ. പക്ഷേ എന്താണ് ബഹുമാനപ്പെട്ട റഹീമിനോട് ചോദിക്കട്ടെ, ഇടതുപക്ഷ ജനാധിപത്യത്തിനോട് ചോദിക്കട്ടെ, നിങ്ങളുടെ ഗവൺമെന്റ് കഴിഞ്ഞ കാലഘട്ടത്തിൽ ഭരിച്ചപ്പോൾ എത്രയോ മന്ത്രിമാർക്കെതിരെ അഴിമതി ആരോപണമുണ്ടായി. എളമരം കരീം 5 കോടി രൂപ ചാക്ക് രാധാകൃഷ്ണൻ കൈപ്പറ്റി എന്ന് അദ്ദേഹത്തിന്റെ ഡ്രൈവർ തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അന്വേഷിച്ചില്ല. പകരം CPM അന്വേഷിച്ചു കേസ്. CPM അന്വേഷിച്ച പകരം സംഭവം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് പോലീസ് കേസെടുക്കണ്ട എന്ന് AKG സെന്റർ നിർദ്ദേശം കൊടുക്കുകയുണ്ടായത്. നമുക്കറിയാം, ഇവിടെ നമ്മുടെ എത്രയോ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നമ്മുടെ രാജ്യത്ത് നാട്ടിലുണ്ടായി. ആ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഉണ്ടായപ്പോൾ അത് CPM അന്വേഷിച്ചു, പോലീസെ കൊണ്ട് അന്വേഷിപ്പിക്കുന്നില്ല. ഇവിടെ ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിച്ചോളട്ടെ, താങ്കൾ അത് പറഞ്ഞത് നന്നായി. ഈ കേസിൽ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് എന്തുകൊണ്ട് വേണ്ട രീതിയിൽ അന്വേഷിച്ചില്ല? ചക്കിട്ടപാറ ഖനന അനുമതി സംബന്ധിച്ച കേസിൽ എളമരം കരീമിനെതിരെ ഉണ്ടായ മൊഴി എന്തുകൊണ്ട് കാര്യക്ഷമമായി അന്വേഷിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല? അന്ന് UDFിന്റെ പക്കലിലായിരുന്നു എല്ലാ മിഷനറിയും. അന്വേഷിച്ചെങ്കിൽ എന്താണ് അന്വേഷണ റിപ്പോർട്ട് നമുക്കൊക്കെ അറിയാം. ആ അന്വേഷണ റിപ്പോർട്ടിനെ കുറിച്ചുണ്ടായ ആക്ഷേപവും നമുക്കറിയാം. UDF ഗവൺമെന്റ് അല്ല, ഏതായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അന്വേഷിച്ച കേസ് അതിൽ റീപോസ്റ്റ്മോർട്ടം ചെയ്തതിനകത്ത് ആരെയെങ്കിലും മോശക്കാരനാക്കുവാൻ വേണ്ടി ബോധപൂർവ്വം UDF നീക്കം നടത്തിയിട്ടില്ല. ഞാൻ പറഞ്ഞു, ഇവിടെ ഞാൻ തുറന്നു പറയാം ശ്രീ സജി, അന്നത്തെ ആക്ഷേപം രണ്ട് കേസുകൾ നിങ്ങൾ രാഷ്ട്രീയമല്ല. ഞാൻ പറയുന്നത് റഹീമിനോട് പറയാൻ പോകുന്നത്, ഇവിടെ ലോട്ടറി കുംഭകോണം ഉൾപ്പെടെ സാന്റിയാഗോ മാർട്ടിനെ ഉപയോഗിച്ചുകൊണ്ട് ലോട്ടറി കുംഭകോണം നടത്തി കോടാനുകോടികൾ CPM നേതാക്കളുടെ ദേശാഭിമാനിക്ക് വേണ്ടി എന്നൊക്കെ പറഞ്ഞ് പണം കൈപ്പറ്റി. അപ്പം എളമരം കരീമിന് എതിരെ ആക്ഷേപം ഉണ്ടായിരുന്നു. HMD ഭൂമി ഇടപാട്, ഇതൊക്കെ വലിയ ആക്ഷേപം CPM-നെതിരെ ഉണ്ടായിരുന്ന. ഈ സംഭവങ്ങൾക്കൊക്കെ എതിരെ ഞങ്ങൾ പരാതി കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ഈ സംഭവങ്ങൾ കൂടി അന്വേഷിപ്പിക്കാൻ ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെ ഉപയോഗിച്ച് അന്വേഷിപ്പിച്ച് സത്യം പുറത്തു കൊണ്ടുവരുവാൻ റഹീമും അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും തയ്യാറുണ്ടോ എന്നാണ് ഞങ്ങൾ ചോദ്യം. അതുപോലെ ആം ആദ്മിയുടെ നേതാവ് മുമ്പേ പറയുകയുണ്ടായി, KM മാണിക്കെതിരെ ഞങ്ങൾ ഇനിയും അന്വേഷണം പരാതി കൊടുക്കാൻ പോകാന്നാണ് പറഞ്ഞത്. ഞാൻ വെല്ലുവിളിക്കുക ആം ആദ്മിക്കാരോട്. ഇവർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അഴിമതിക്കാരായ നേതാക്കന്മാർക്കെതിരെ എല്ലാം പ്രചരണം നടത്തുമെന്ന് പറഞ്ഞു. പാലായിൽ KM മാണി സാറിനെതിരെ പ്രചരണം നടത്തു, ബാബുവിനെതിരെ പ്രചരണം നടത്തുമെന്ന് പറയുന്നു, നമ്മുടെ പിണറായി വിജയനെതിരെ പ്രചരണം നടത്തുന്നതൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ പിണറായി വിജയൻ അഴിമതിക്കാരാണ്, അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ വേണ്ടി ഇവിടെ പ്രചരണം നടത്തിയ ആം ആദ്മിക്കാരെ വെല്ലുവിളിക്കുക. നിങ്ങൾക്ക് ആം ആദ്മി പാർട്ടിക്ക് തന്റെ ഇടമുണ്ടെങ്കിൽ പിണറായി വിജയനെതിരെ നിങ്ങൾ അദ്ദേഹത്തിന്റെ അഴിമതിയെ സംബന്ധിച്ച് ആക്ഷേപം ഉന്നയിച്ച് നിങ്ങൾ പരാതി കൊടുക്കുക. KM മാണിക്കെതിരെ നിങ്ങൾ ആക്ഷേപം ഉന്നയിച്ച് പരാതി കൊടുക്കുമെന്ന് പറഞ്ഞുകൂടെ സൂചിപ്പിക്കുക. അതുപോലെ പിണറായി വിജയന്റെ SNC ലാവലിനടക്കം ഇവിടെ പുനരന്വേഷണത്തിന് ഐക്യജനാധിപത്യ മുന്നണി അല്ലെങ്കിൽ ഇതിന്റെ എതിർകക്ഷികൾ തയ്യാറാകുമ്പോൾ ആ കേസ് കൂടി അന്വേഷിപ്പിക്കാൻ തയ്യാറാണോ എന്ന് റഹീമും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും സൂചിപ്പിക്കണമെന്നാണ് പറഞ്ഞത്. ഞങ്ങളെ സംബന്ധിച്ച്, കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ച്, മാണിസാറിനെതിരെ ഉണ്ടാക്കിയ ആക്ഷേപത്തെ സംബന്ധിച്ച് യാതൊരു ഭയവുമില്ല. എത്ര തവണ ആരൊക്കെ പരാതി കൊടുത്ത് പുനരന്വേഷണം നടത്തിയാലും ഈ കേസുമായി ബന്ധപ്പെട്ട് കേരള കോൺഗ്രസിന്റെ ആരാധ്യനായ നേതാവ് KM മാണി സാറിന് യാതൊരു ബന്ധവുമില്ല എന്ന് ഇവിടെ കോടതിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പുനരന്വേഷണം നടത്തിയിരിക്കുക. ഇവിടെ പോലീസ് മാത്രമല്ല പറഞ്ഞത്, പോലീസ് അന്വേഷണം നടത്തി, അത് തൃപ്തികരമല്ല എന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ചില മാധ്യമങ്ങളൊക്കെ പറഞ്ഞതനുസരിച്ച് വീണ്ടും കോടതിയുടെ നിർദ്ദേശപ്രകാരം വീണ്ടും അന്വേഷണം നടത്തിയിട്ടുണ്ട്. ഇനിയും അന്വേഷണം നടത്തുമെന്നാണ് ഇപ്പൊ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറയുന്നതെങ്കിൽ നടത്തട്ടെ. അതിനാർക്കാണ് ഇവിടെ തർക്കം? ഞങ്ങളെ സംബന്ധിച്ച് ഇവിടെ ഇരട്ട നീതിയെ സംബന്ധിച്ചൊന്നും ഇപ്പൊ ഞങ്ങൾക്ക് തർക്കമൊന്നുമില്ല. മന്ത്രിക്ക് ഒരു ആക്ഷേപം ഉണ്ടായപ്പോൾ അതിൽ സത്യമുണ്ടെങ്കിൽ തെളിയട്ടെ. ശ്രീ വിജയകുമാർ, ശ്രീ സജി ഇവിടെ പറഞ്ഞത് കേട്ടാൽ കഴിഞ്ഞ 5 വർഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഞാൻ ഇവിടെ ഭരിച്ചത് എന്നതുപോലെയാണ് അദ്ദേഹം പ്രസംഗിച്ചത്. അങ്ങനെയൊന്നും അല്ലല്ലോ, നിങ്ങളല്ലേ ഭരിച്ചത്. കഴിഞ്ഞ 5 വർഷത്തിൻ്റെ പ്രത്യേകത എന്താണ്? അഴിമതി, ജനവിരുദ്ധ ഇത് മാത്രമല്ല, അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഏറ്റവും കടുത്ത കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ വേട്ടയുണ്ടായ ഒരു കാലമായിരുന്നു ഇത്. ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ ഞങ്ങളുടെ MLA, ഞങ്ങളുടെ പരിണിതപ്രജരായ നേതാക്കൾ, പാർട്ടിയുടെ എല്ലാവരും ജയിലിലേക്ക് പറഞ്ഞിട്ട് കൊലക്കേസിൽ പോലും. ഞങ്ങൾക്ക് അപ്പോഴും അഭിമാനമുണ്ട്. കഴിഞ്ഞ 5 വർഷം നിങ്ങളുടെ ഭരണത്തിനിടയിൽ നേരത്തെ ശ്രീ പഴകുളം അത് പറഞ്ഞതുപോലെ വിജിലൻസും മുഴുവൻ അധികാരവും നിങ്ങളുടെ കോൺഗ്രസിൻ്റെ KPCCയുടെ നിയന്ത്രണത്തിലുണ്ടായിരുന്നിട്ട് അതുപയോഗിച്ച് നിങ്ങൾ ഞങ്ങളെ ക്രിമിനൽ കേസിൽ പെടുത്തുമ്പോഴും ഒരു അഴിമതി കേസിൽ നിങ്ങൾക്ക് ഞങ്ങളെ ഉൾപ്പെടുത്താനായില്ല. അതാണ് ഞങ്ങളുടെ കഴിവ്, ഞങ്ങളുടെ മെരിറ്റ്. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇവിടെ ഒരു ഗവൺമെൻറ്റിൻ്റെ ഇച്ഛാശക്തിയാണ് പ്രധാനം. നിയമങ്ങളിൽ ഒരുപാട് ലാഘവത വരും, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ ലൂപ്പ് ഹോൾസ് എല്ലാം തന്നെ പിന്നീട് നമ്മൾ കറക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതൊരു ഒരു വലിയൊരു ഡിബേറ്റിലൂടെ നിയമനിർമ്മാണത്തിലൂടെയും ചെയ്യേണ്ടതാണ്. പക്ഷേ ഒരു ഗവൺമെൻറ് ഇച്ഛാശക്തി നിങ്ങൾ നോക്കൂ. സജി പറഞ്ഞു കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് ഒരുപാട് ആരോപണം. നിങ്ങൾ നോക്കൂ, PJ ജോസഫിനെതിരെ ആരോപണം വന്നു.
ആരോപണം വന്ന് തൊട്ടടുത്ത മണിക്കൂറുകളിൽ രാജി ആവശ്യപ്പെട്ടു. മാറി വന്നു ടി യു കുരുവിളക്കെതിരെ അഴിമതി ആരോപണം വന്നു. തൊട്ടുടനെ രാജി ആവശ്യപ്പെട്ടു, പുറത്തേക്ക് പോയി. ഇതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാട്. നിങ്ങൾ കഴിഞ്ഞ 5 വർഷക്കാലം അഴിമതി ആരോപണം നേരിട്ട ഏതെങ്കിലും ഒരു മന്ത്രിയുടെ രാജി നിങ്ങൾ സ്വമേധയാ ആവശ്യപ്പെട്ടോ? കെ മാണിയുടെ കാര്യത്തിൽ നിങ്ങൾ പറഞ്ഞല്ലോ അദ്ദേഹത്തെ രാഷ്ട്രീയമായി ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഏതോ കേന്ദ്രങ്ങൾ ശ്രമിച്ചുവെന്ന്. എവിടെ പറഞ്ഞോളൂ നിങ്ങൾ ഹലോ സജി പറഞ്ഞത് കേട്ടില്ല, കേൾക്കാനായി. സജി പറഞ്ഞത് എളമരം കരീമിനെതിരെ ആരോപണം ഉണ്ടായപ്പോൾ രാജി ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ എന്നാണ്. എളമരം കരീമിനെ നിങ്ങൾ രാജിവെപ്പിച്ചിരുന്നോ? ആക്ഷേപം ഉണ്ടായല്ലോ, നിങ്ങൾ രാജിവെപ്പിച്ചിരുന്നോ? മറുപടി താല്പര്യമുണ്ട്. എളമരം കരീം 5 കോടി രൂപ ചാക്കു രാധാകൃഷ്ണൻ കൈപ്പറ്റി എന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തിയിട്ട് ആ കേസിനെ സംബന്ധിച്ച് അന്വേഷിക്കുവാനോ കേസെടുക്കുവാനോ ഞാൻ പറയാം, എനിക്ക് മനസ്സിലായി. ഞാൻ പറയാം. ചക്കിട്ടപ്പാറ ഖനനം എന്നത് കെട്ടിച്ചമച്ച കേസാണ്. അത് ഞങ്ങളുടെ കള്ളൻ എന്ന് വിളിച്ച് മത്സരിച്ചില്ലേ ശ്രീ സജി? ചക്കിട്ടപ്പാറ ഖനനം എന്നത് കെട്ടിച്ചമച്ച കേസാണ്. ഇത് ഞങ്ങളുടെ നിങ്ങൾ തന്നെ പറഞ്ഞു. നിങ്ങൾ അന്വേഷിച്ചല്ലോ. പഴകുളം മധു നിങ്ങൾ വളഞ്ഞിട്ട് ആക്രമിക്കണ്ട. ഞാൻ ചോദിക്കട്ടെ, ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ പറയുന്നത് എന്തിനാ വെല്ലുവിളിക്കുന്നത്? എന്തിനാണ് പറഞ്ഞു നിർത്തിയല്ലോ. ഒരു വെല്ലുവിളിയും വേണ്ട. ഞങ്ങൾ പറഞ്ഞെന്താണ്, ഇനി വരാനിരിക്കുന്ന കാലത്ത് പോലും രാഷ്ട്രീയ അധികാരത്തിനപ്പുറത്തേക്ക് പ്രവർത്തിക്കാൻ നിങ്ങൾക്കിതാ ബ്ലാങ്ക് ചെക്ക് തന്നിരിക്കുന്നു. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളുടെ പ്രകടന പത്രികയിൽ ഞങ്ങൾ വരും ദിവസങ്ങളിൽ നടപ്പിലാക്കാൻ പോകുന്നതാണ്. ഒരു ഉദ്യോഗസ്ഥ നിയമനത്തിലൂടെ മാത്രമല്ല, ഞങ്ങൾ എടുക്കാൻ പോകുന്ന വിജിലൻസുമായി ബന്ധപ്പെട്ട അഴിമതിക്കെതിരായ വലിയ സ്റ്റെപ്പ് എന്ന് പറയുന്നത് വരാനിരിക്കുന്നതേ ഉള്ളൂ. അതിതല്ല. അതെന്ന് പറയുന്നത് വിജിലൻസിനെ പൂർണ്ണമായി കൂട്ടിൽ നിന്ന് തുറന്നുവിടാൻ പോവുകയാണ്. അതിന് നിയമനിർമ്മാണം നടത്തുകയാണ്. ആ വിജിലൻസിന്റെ ഘടനയിൽ വലിയ മാറ്റം വരുത്തുകയാണ്. അതിനെ വേറൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു സ്വതന്ത്ര ബോഡിയാക്കി മാറ്റാൻ പോവുകയാണ്. അത് ഈ കഴിഞ്ഞ കാലത്തെ ചട്ടമ്പറ മാത്രമല്ലല്ലോ, ഇനി വരാൻ പോകുന്ന ശ്രീ പഴകുളം മധു, താങ്കൾ ഇപ്പോൾ സൂചിപ്പിച്ച ചക്കിട്ടപ്പാറ ഖനന കേസിൽ അന്വേഷണം നടത്തിയത് UDF സർക്കാരിന്റെ കാലത്താണ്. എളമരം കരീമിന് എതിരായ മൊഴിയിൽ എന്ത് റിപ്പോർട്ടാണ് കൊടുത്തതെന്ന് നമുക്കൊക്കെ അറിയാം. ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിന്റെ ഏറ്റവും നല്ല ഉദാഹരണം എന്നായിരുന്നു അതിനെ ആം ആദ്മി പാർട്ടി അടക്കമുള്ള ഇപ്പോൾ അഴിമതി വിരുദ്ധ പോരാട്ടം നടത്തുന്ന പലരും വിലയിരുത്തിയത്. ഇനിയും ആ കേസ് ഈ സർക്കാർ അന്വേഷിക്കണം എന്ന് പറയുന്നതിൽ, ഈ വിജിലൻസ് അന്വേഷിക്കണമെന്ന് പറയുന്നതിൽ എന്ത് ന്യായമാണുള്ളത്? നിങ്ങൾ അന്വേഷിച്ചല്ലോ, എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിരുന്നുവല്ലോ. എന്തുകൊണ്ട് അന്ന് സത്യസന്ധമായ അന്വേഷണം നടത്തിയെന്ന് ഇപ്പോൾ അവകാശപ്പെടാൻ കഴിയാതെ പോകുന്നു? അല്ല, ഞാൻ ചക്കിട്ടപ്പാറ കേസ് വീണ്ടും അന്വേഷിക്കണമെന്നോ അദ്ദേഹത്തെ ശ്രീ എളമരം കരീമിനെ ശിക്ഷിക്കണമെന്നൊന്നുമല്ല ഞാൻ ആവശ്യപ്പെട്ടത്. ഇപ്പോൾ ചർച്ച നടന്നപ്പോൾ ചർച്ചയ്ക്കിടയിൽ പൊന്തി വന്ന ഒരു അഭിപ്രായമാണ്, ഇത്രയും പ്രഗത്ഭനായ ഒരു ഓഫീസറെ അവിടെ വെച്ചിരിക്കുന്നു, അത്രയും കാര്യങ്ങളോട് ഏൽപ്പിക്കാൻ സജി പറഞ്ഞാൽ അതിനെന്ന് തള്ളിക്കളയുന്നത്? ഇവർക്കൊന്നും ഭയക്കാനില്ലല്ലോ, ആരെയും ഭയക്കാനില്ലല്ലോ. എളമരം കരീമിനോ CPM-നോ ഇടതുപക്ഷ മുന്നണിക്കോ ആരെയും ഭയക്കാനില്ല. UDF ഗവൺമെൻറ് കാലത്ത് ആ കേസ് വീണ്ടും കുത്തിപ്പൊക്കൊണ്ട് അന്വേഷിച്ചിട്ടുമില്ല. അപ്പോൾ ഇത് നല്ല അവസരം വന്നിരിക്കുന്നു. ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ സംശയത്തിന് സീസറിൻ്റെ ഭാര്യ സംശയത്തിന് അതീതയായിരിക്കണം. ഇടതുപക്ഷ മുന്നണി സംബന്ധിച്ചുള്ള അഴിമതിക്ക് ശക്തമായ എതിരുള്ളൊരു പാർട്ടിയാണ്. അഴിമതിക്കെതിരായ ധാരാളം പ്രസംഗം നടത്തിയിട്ടുള്ളവരാണ്. അതിൻ്റെ പേരിൽ വോട്ട് തേടി അധികാരത്തിൽ വന്നവരാണ്. അപ്പോൾ തീർച്ചയായിട്ടും സജി ഇവിടെ ആവശ്യപ്പെട്ട ഏറ്റവും ജെനുവിനായിട്ടുള്ളൊരു ഡിമാൻഡാണ് ആ കേസ് കൂടി അദ്ദേഹം ജേക്കബ് തോമസിനെ ഏൽപ്പിക്കട്ടെ. സുതാര്യമായി ആരോപണങ്ങൾക്ക് ഒരു അന്ത്യമുണ്ടാക്കാൻ വേണ്ടി അത് ഉപകരിക്കും. മറ്റൊന്നും കൂടി ഞാൻ പറയുന്നു, UDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഇവിടെ പറഞ്ഞല്ലോ ജേക്കബ് തോമസിനെ ഒഴിവാക്കി നിർത്തി ധാരാളം കാര്യങ്ങൾ ചെയ്തു. അത് അദ്ദേഹം മാത്രമായിരുന്നില്ല, ധാരാളം നല്ല കാര്യങ്ങൾ UDF ഗവൺമെൻറ് കാലത്ത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഓപ്പറേഷൻ കുബേര, അതിനുകൂടി ശക്തമായ തുടർ നടപടി ഇപ്പോൾ ഉണ്ടാകണം. മറ്റൊന്ന് ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ്. നമ്മുടെ കുട്ടികളുടെ മദ്യം, മയക്കുമരുന്ന് തുടങ്ങിയിട്ടുള്ള സ്വഭാവ ദൂഷ്യം, അവരെ വല്ലാതെ നശിപ്പിക്കുന്ന ഈ സബ്സ്റ്റൻസ് അബ്യൂസിനെതിരായിട്ടുള്ള നടപടികൾ ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുണ്ട്. ആ നടപടി ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് ശക്തമായി മുൻപോട്ട് കൊണ്ടുപോകണം. ഓപ്പറേഷൻ കുബേര എന്നുള്ള ശക്തമായ നടപടിയിലൂടെ കേരളത്തിലെ ആയിരക്കണക്കിന് സാധാരണക്കാർക്ക് നീതി ലഭ്യമാകാൻ ഗവൺമെൻറ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല നടപടികൾ നിങ്ങൾ പിന്തുടരുക.
ഇത് മാത്രമല്ല, വിജിലൻസ് കോടതിയിൽ ഉണ്ടാകുള്ള കേസുകളുടെ അന്വേഷണം മാത്രമല്ല, ആഭ്യന്തര വകുപ്പ് ഈ അടുത്ത കാലത്ത് സ്വീകരിച്ചിട്ടുള്ള കേരളത്തിലെ സാധാരണക്കാരെ രക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിക്കൊണ്ടുവന്നിട്ടുള്ള ശക്തമായ സർവ്വ നടപടികളും ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് മുൻപോട്ട് കൊണ്ടുപോകണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. അത് ഈ ഗവൺമെൻറ് സ്വീകരിക്കണം എന്നാണ് ശ്രീ പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ്, അദ്ദേഹം അത് സ്വീകരിക്കണം. ഇവിടെ കൊള്ളപ്പലിശക്കാർ, വട്ടിപ്പലിശക്കാർ അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രീ രമേശ് ചെന്നിത്തല കൊണ്ടുവന്ന അതിശക്തമായ നടപടിയാണ് ഓപ്പറേഷൻ കുബേര. ആ ഓപ്പറേഷൻ കുബേരയിൽ നിന്നും നമുക്കുണ്ടായ നേട്ടങ്ങൾ, സാധാരണക്കാർക്കുണ്ടായിട്ടുള്ള ആശ്വാസം, അത് 10 മടങ്ങ് ശക്തിയോടെ മുൻപോട്ട് കൊണ്ടുപോകാൻ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റും തയ്യാറാകട്ടെ. അതുപോലെ തന്നെയാണ് നമ്മുടെ സ്കൂളുകളെ, നമ്മുടെ കോളേജുകളെ, നമ്മുടെ കുട്ടികളെ ദോഷകരമായി ബാധിക്കുന്ന സബ്സ്റ്റൻസ് അബ്യൂസ്, മദ്യം, മയക്കുമരുന്ന്, ഗഞ്ചാവ് ഉൾപ്പെടെയുള്ള സബ്സ്റ്റൻസുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കുട്ടികൾ വഴിതെറ്റിപ്പോകുന്നത് തടയാൻ വേണ്ടിയുള്ള മറ്റൊന്ന് വിജിലൻറ്റ് കേരള. ശ്രീ ജേക്കബ് തോമസിനാണ് അതിന് ഗവൺമെൻറ് ചുമതല ഏൽപ്പിച്ചു കൊടുത്തത്. വിജിലൻറ്റ് കേരള ഒരു ക്രൈം അതിന്റെ കമ്മീഷൻ കഴിയുമ്പോഴാണ് കാര്യം നമുക്ക് ഇപ്പോൾ സംസാരിക്കേണ്ടതില്ല. അത് വേറൊരു അരമണിക്കൂർ ചർച്ചയാണ്. കാരണം ആ പദ്ധതി എവിടെ പോയി എന്നുള്ളത് ജേക്കബ് തോമസിന് പോലും അറിയില്ല. ശ്രീ റഹീം, അടുത്തിരിക്കുന്ന പഴകുളം മധുവിന് കൈകൊടുത്ത് പിരിയാം. ഈ പദ്ധതികളിലെല്ലാം നിങ്ങളുമായി സഹകരിക്കാൻ തയ്യാറാണ്. ചുരുങ്ങിയ വാക്കുകളിൽ മറുപടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അല്ല, വിജിലൻസ് കേരള ചുമതലപ്പെടുത്തി കൊടുത്തിട്ട് പിന്നെ അവരുടെ പോലീസ് ഹൗസിംഗ് കോർപ്പറേഷനിൽ ഇരുന്ന് ചെയ്തോളാനാണ് പറഞ്ഞിരുന്നത്. അതവിടെ നിൽക്കട്ടെ. ഇദ്ദേഹം ഇവിടെ പറഞ്ഞല്ലോ ഓപ്പറേഷൻ കുബേര, നല്ല കാര്യങ്ങളുടെ തുടർച്ചയുണ്ടോ? ഞാൻ പറയട്ടെ, ഓപ്പറേഷൻ കുബേരയല്ല ഞങ്ങളുടെ ഉദ്ദേശം. ഞങ്ങളുടെ ഉദ്ദേശം പ്രധാനമായും ആളുകളെ പലിശക്കാരൻ്റെ മുമ്പിലേക്ക് എറിഞ്ഞു കൊടുക്കാതിരിക്കാനുള്ള സാമ്പത്തിക നടപടികളും ഉദാര സമീപനവും ഒക്കെ ആയിട്ടായിരിക്കും ഞങ്ങൾ പോകുക. അവിടെ ആയിരിക്കും ഞങ്ങളുടെ പ്രവർത്തനം ആരംഭിക്കുക. ഞങ്ങൾ കുബേര എന്ന് മാത്രമല്ല, ഒരാളുടെ മുമ്പിലും ഒരു മലയാളിയുടെ ആത്മാഭിമാനം പണയം വയ്ക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകില്ല. വനിതകൾക്കെതിരായ വലിയ കടന്നാക്രമണം ഉണ്ടായ ഒരു കാലഘട്ടമായിരുന്നു കഴിഞ്ഞ 5 വർഷം. നാഷണൽ ക്രൈം റിക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ എടുത്ത് നോക്കിയാൽ നമ്മൾ ലജ്ജിച്ച് തലതാഴ്ത്തും. ഏറ്റവും അധികം ക്രൈം വർദ്ധിച്ചു. അതിനെല്ലാം വലിയ മാറ്റമുണ്ടാകാൻ പോവുകയാണ്. ശക്തമായ നീക്കമുണ്ടാകും. ജിഷയുടെ അന്വേഷണത്തിന്റെ ഉത്തരവ് മാറ്റി അവിടെ തന്നെ ഇപ്പോൾ ഹൈക്കോടതിയുടെ മുമ്പിൽ പോയല്ലോ. ഈ ഗവൺമെന്റ് മാറി ഹൈക്കോടതി CBI അന്വേഷണം റിജക്ട് ചെയ്തുകൊണ്ട് പറഞ്ഞ എന്താ, ശരിയായ രീതിയിലാണ് അന്വേഷണം നടക്കുന്നത് എന്നുള്ള ഒരു പ്രഥമ ദൃഷ്ട്യ ഒരു ബോധ്യത്തിലേക്ക് അദ്ദേഹം പോയി. രണ്ടാമതൊരു കാര്യം, കഴിഞ്ഞ കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ് ജനമൈത്രി പോലീസ് നിലയിലേക്ക് മാറിയത്. നമുക്കറിയാം ലോക്കം മർദ്ദനങ്ങളുടെ കാലമായിരുന്നു. ഇപ്പോൾ ഉദയകുമാറിന്റെയും ഫോർട്ട് പോലീസ് സ്റ്റേഷനിലെയും കഥ നമുക്കറിയാം. എത്രയോ അനുഭവങ്ങൾ അതുപോലെയുണ്ട്. അപ്പോൾ അതുപോലെയുള്ള ലോക്കം മർദ്ദനങ്ങളില്ലാതെ പോലീസ് സ്റ്റേഷൻ നിർഭയമായി ജനങ്ങൾ കയറി ചെല്ലാൻ കഴിയുന്ന, അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പോലെ അഴിമതിക്കെതിരായ, ഇവിടെ അഴിമതിയാണ് പ്രശ്നം, ഒരു സംശയവും വേണ്ട. പ്രകടന പത്രികയിൽ ഇടതുപക്ഷം പറഞ്ഞിരിക്കുന്ന അഴിമതിക്കെതിരായ ശക്തമായ വിപ്ലവകരമായ നിലപാടുകൾ വരാൻ പോവുകയാണ്. പിന്നെ നിയമത്തിലെല്ലാം തന്നെ വലിയ അഴിച്ചുപണികൾ ആവശ്യമുണ്ട്. അത്ഭുതകരമായ മാറ്റങ്ങൾ വിജിലൻസ് സംഭവിക്കുമോ? വിജിലൻസ് സ്വതന്ത്രമായി പ്രവർത്തിക്കുമോ? അതാണ് നമുക്ക് അറിയേണ്ടത്. അതിനുള്ള സാഹചര്യം ഒരുങ്ങുമോ എന്നുകൂടി നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ A. റഹീം, പഴകുളം മധു, സജി മഞ്ഞക്കടമ്പൻ, അരുൺ ജോസഫ്, എല്ലാവർക്കും നന്ദി.